Good morning to all. Recording in progress. ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും കയറാൻ ബാക്കിയുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് വിളിക്കുക. അവരെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്യരുത്. ഇന്ന് വെൽത്ത് ത്രൂ വെൽനസ് എന്ന ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് തരുന്ന ടോപ്പിക് തന്നെ അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പ്രിവെന്റ് യൂറിക് ആസിഡ്, തൈറോയിഡ് ആൻഡ് ഒബേസിറ്റി. ഈ ഒരു ടോപ്പിക്കുമായിട്ട് നമ്മളോടൊപ്പം സംസാരിക്കാൻ വരുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് അത്രയും ന്യൂട്രീഷണൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഹാർഡ് കോർ വെൽനസ് പ്രാക്ടീഷണർ ആയിട്ടുള്ള രാഘവൻ സാറാണ് കോഴിക്കോടിൽ നിന്ന് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സെഷൻ എന്ന് പറയുന്നത് അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരിക്കും. നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ, ഒരു നോട്ടും പേനയുമായിട്ട് തന്നെ ഇരിക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രാഘവൻ സാറെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം രാഘവൻ സാർ ഫ്രം കാലിക്കറ്റ്. വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു. സ്ക്രീൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണ് സാർ, ഓഡിയബിൾ ആണ്. ഓക്കെ, വോയിസും ഓക്കെ. ഓക്കെ ആണ്, ഓക്കെ ആണ്. എക്കോ വരുന്നുണ്ടോ? റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ? ഇല്ല സാർ. ഓക്കെ 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 എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്നത് ഞാൻ തന്നെ കേൾക്കുന്നുണ്ടല്ലോ, റിപ്പീറ്റേഷൻ വരുന്നുണ്ടല്ലോ, എക്കോ പോലെ. ഹലോ ഹലോ ഹലോ. ഇല്ല, ക്ലിയർ ആണ് സാറേ. ആണോ ആണോ? എക്കോ ഉണ്ട്. അതാ ഡോക്ടർ സോഫിയ മാഡം പറഞ്ഞു, എക്കോ ഉണ്ട്. അതെ, കോഹോസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും രണ്ട് ഡിവൈസ് ഓൺ ചെയ്തിട്ടുണ്ട്. കോഹോസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും രണ്ട് ഡിവൈസ് ഉണ്ടെങ്കിൽ കട്ടി. എല്ലാരും സംസാരിക്കുന്നു, എന്റെ പ്രശ്നമല്ല. ഹലോ 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 ഉണ്ട് അല്ലേ? എപ്പോഴൊക്കെ ഇല്ലേ? ഹലോ ചെക്ക്. ഹലോ ചെക്ക്. ഷടാ തുടങ്ങാം അല്ലേ? എന്താ ചെയ്യാ? മൈ പ്രോബ്ലം. ഇപ്പൊ ക്ലിയർ ആയി കാണും. നോക്കിയേ. ഇപ്പൊ ക്ലിയർ ആയി. വിനോദിന്റെ കയ്യിൽ രണ്ട് ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരുന്നു. വിനോദിന്റെ ഒന്നും കട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ഗുഡ്. താങ്ക് യു സർ, താങ്ക് യു. ടൈംലി ഇടപെടൽ. താങ്ക് യു. We don't want to waste enough time. Already we are 7.5 minutes late. So it's already 8:37, 8:38. Okay, എല്ലാവർക്കും നമസ്കാരം. പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്. Nice to see nearly 252, 53 numbers. Okay, nice to see. All welcome to the Wealth Through Wellness program. നമുക്ക് സ്ട്രേറ്റ് അവേ കാര്യത്തിലേക്ക് കടക്കാം. Already we are late. നമ്മൾ ഇന്നത്തെ ടോപ്പിക് നമുക്ക് യൂറിക് ആസിഡ് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം എന്തായാലും ഉണ്ടാവില്ല. സോ വി ആർ ഗോയിങ് ടു സ്കിപ്പ് ദാറ്റ് ടോപ്പിക് ആൻഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് മച്ച് മോർ ഓൺ തൈറോയിഡ് ആൻഡ് ഒബേസിറ്റി, ഓവർ വെയ്റ്റ്. ഓക്കെ, സോ തൈറോയിഡ് എല്ലാവരും പറയാറുണ്ട് അല്ലേ, എനിക്ക് തൈറോയിഡ് ഉണ്ട്. തൈറോയിഡ് എല്ലാവർക്കും ഉണ്ട്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. മനുഷ്യനാണെങ്കിൽ എല്ലാവർക്കും തൈറോയിഡ് ഉണ്ട്. പക്ഷെ തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ട്, തൈറോയിഡ് ഹോർമോണുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഉണ്ട് എന്നാണ് ശരിക്കും പറയേണ്ടത്. എനിക്ക് തൈറോയിഡ് ഉണ്ട് സർ എന്ന് എല്ലാവരും പറയാറുണ്ട്. ഇനി മുതൽ എനിക്ക് തൈറോയിഡ് ഉണ്ട് സർ എന്ന് പറയരുത്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും തൈറോയിഡ് ഉണ്ട്. തൈറോയിഡ് സംബന്ധമായ എന്തോ പ്രോബ്ലം ഉണ്ട് സർ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ടു കറക്റ്റ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഇതിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയർലി 1/5 തൈറോയിഡ് ഹോർമോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത സ്ത്രീകൾക്കാണ്. 5-1 സ്ത്രീക്കും 10-1 പുരുഷനുമാണ് വരാൻ സാധ്യതയുള്ളത്. ഇതിൽ ബേസിക് ആയിട്ട് പറയപ്പെടുന്നത് ഹാഷിമോട്ടോ ഹൈപ്പോ തൈറോയിഡൈറ്റിസ് എന്നാണ് ഈ ഡിസീസിന്റെ പേര്. ഇത് വെറുതെ ഞാനെന്ന സ്ലൈഡ് ഒന്നും ഉണ്ടാവില്ല, സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാൻ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കാണാൻ കൊള്ളാവുന്ന ഈ മുഖം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കേട്ടു പോയത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് എഴുതിയെടുത്താൽ നിങ്ങൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കും. നാളെ
കുറച്ച് ഒരു കടുകട്ടി ടോപ്പിക്കാണ്, പക്ഷെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇന്ന് ഒട്ടനവധി ആൾക്കാർക്ക്, പ്രത്യേകിച്ചും ഒട്ടനവധി സ്ത്രീകൾക്കും കാണുന്ന ഒരു ഡിസോർഡർ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചത്. പ്രോഡക്റ്റിനെ കുറിച്ച് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, നമ്മൾ ഡിസീസിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ആ ഡിസീസുമായി ബന്ധപ്പെട്ട്, ആ സിംറ്റംസുമായി ബന്ധപ്പെട്ട് അതിന്റെ കാരണം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ കാരണത്തിന് ഏതെല്ലാം സപ്ലിമെന്റ്സ് എന്നായിരിക്കും നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ടോട്ടലായിട്ട് നമ്മൾ നടക്കുന്നുണ്ടാവും. ഓക്കെ, എന്താണ് തൈറോയിഡ് ഹോർമോൺ എന്ന് പറഞ്ഞ സാധനം? എന്താ, വാട്ട് ഈസ് തൈറോയിഡ്? നമുക്കറിയാം, ഈ നെക്കിന്റെ ഈ ഭാഗം ഇവിടെയാണ് നമുക്ക് തൈറോയിഡ് ഹോർമോൺ കിടക്കുന്നത്. ഇറ്റ്സ് എൻ എൻഡോക്രൈൻ ഓർഗൻ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്, അതിലൊരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ എൻഡോക്രൈൻ ഓർഗൻ. എൻഡോക്രൈൻ ഓർഗൻ എന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ ഓർഗൻസ് എല്ലാം ഹോർമോൺ റിലീസ് ചെയ്യുന്ന ഓർഗൻസ് ആണ്. ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന ഓർഗൻസിനെയാണ് എൻഡോക്രൈൻ ഓർഗൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ പിറ്റ്യൂട്ടറി, തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി, പീനിയൽ ഗ്ലാൻഡ്, നമ്മൾ മെലറ്റോണിൻ ഹോർമോൺ റിലീസ് ചെയ്യുന്ന പീനിയൽ ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ്സ്, കിഡ്നിയുടെ മുകളിൽ കാണുന്നത്, ഹൈപ്പോതലാമസ്, നമ്മുടെ മൂഡിനൊക്കെ എൻഷുർ ചെയ്യുന്ന ഹൈപ്പോതലാമസ്, അതേപോലെ തന്നെ തൈറോയിഡ്, പാരാതൈറോയിഡ്, ഒരു പരിധി വരെ പാൻക്രിയാസ്. പാൻക്രിയാസ് എൻഡോക്രൈൻ ആസ് വെൽ ആസ് ആൻ എക്സോക്രൈൻ ഓർഗൻ എന്ന് പറയും. ഇതെല്ലാമാണ് എൻഡോക്രൈൻ ഓർഗൻസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് എൻഡോക്രൈൻ ഓർഗൻ ആണ് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും തൈറോയിഡും. സോ തൈറോയിഡ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് ഗവർണർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ആഹാരമോ ഭക്ഷണമോ വായുവോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തായിക്കോട്ടെ, വെള്ളമോ എന്തായിക്കോട്ടെ, ഇതിനെ മെറ്റബലൈസ് ചെയ്യുന്ന, ഇതിനെ എനർജി ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന എന്താ പറയുക, ആ ഒരു കപ്പാസിറ്റി, അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ ബോഡിക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഏക ഓർഗനാണ് തൈറോയിഡ്. സോ മെറ്റബോളിസത്തിന്റെ ഗവർണർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. അത്രയും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് തൈറോയിഡ് ഹോർമോൺ. സോ നമുക്ക് കേട്ടിട്ട് നമ്മൾ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? TSH, T3, T4 എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഈ TSH എന്ന് പറഞ്ഞ സാധനം? എന്താ? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയും. ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തൈറോയിഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. TSH പ്രൊഡ്യൂസ് ചെയ്യുന്നത് തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. നമ്മൾ ഗ്രോത്ത് ഹോർമോണിനെ സഹായിക്കുന്ന ഒരു എൻഡോക്രൈൻ ഓർഗൻ ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സോ നമ്മളെ എൻഡോക്രൈൻ ഓർഗൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും എന്താ പറയുക, നമ്മളെ ഹാർട്ടിനും ബ്രെയിനിനും പോലെ തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണോ നമ്മളെ ഹാർട്ടും ബ്രെയിനും, അതേപോലെയാണ് എൻഡോക്രൈൻ ഓർഗൻസിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും തൈറോയിഡ് ഗ്ലാൻഡും. സോ TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്രന്ഥി അല്ല, മറിച്ച് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി ഏത് ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ T3 and T4 എന്ന് പറയും. T3 and T4 എന്ന് പറഞ്ഞാൽ അതിന്റെ അയോഡിൻ മോളിക്യൂളിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് T3 and T4ന് അതിലെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. T3, T4 തൈറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. TSH പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. T3, T4 എന്താണ്? T3 എന്ന് പറയുന്നത് ആക്റ്റീവ്, വളരെ സജീവമായിട്ടുള്ള ഒരു തൈറോയിഡ് ഹോർമോണാണ്. T4 അത്ര സജീവമല്ലാത്ത ഒരു തൈറോയിഡ് ഹോർമോണാണ്. ഇനാക്റ്റീവ് എന്ന് പറയാൻ സാധിക്കില്ല, ബട്ട് T3ന്റെ അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു തൈറോയിഡ് ഹോർമോൺ അല്ല ഏത്? T4 എന്ന് പറയുന്ന തൈറോയിഡ് ഹോർമോൺ. ബട്ട് T4 ക്യാൻ ബി ആക്റ്റീവ്. T4 എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞു, അത്രമാത്രം ആക്റ്റീവ് തൈറോയിഡ് ഹോർമോൺ അല്ലെങ്കിൽ പോലും ഈ T4 എന്ന് പറയുന്ന തൈറോയിഡ് ഹോർമോൺ വേണമെങ്കിൽ ആക്റ്റീവ് ആക്കാം. ആ ആക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന നമ്മളെ ശരീരത്തിൽ രണ്ട് എൻസൈമുകളുണ്ട്. അതിനെയാണ് D1 and D2 എന്ന് പറയുന്ന രണ്ട് എൻസൈമുകൾ പറയും. സോ ഞാൻ പറഞ്ഞു, TSH പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. T3 and T4 പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. T3 വളരെ സജീവമായിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥിയാണ്. T4 അത്ര ആക്റ്റീവ് അല്ല. പക്ഷെ T4 ആക്റ്റീവ് ആയിട്ട് പ്രവർത്തിപ്പിക്കണമെങ്കിൽ D1 and D2 എന്ന് പറയുന്ന രണ്ട് എൻസൈമുകളുടെ സഹായത്തോടു കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ T3യും T4ഉം നന്നായിട്ട് വർക്ക് ചെയ്യും. ഇനി അടുത്ത വേറൊരു സാധനം കൂടെ, റിവേഴ്സ് T3 and റിവേഴ്സ് T4 എന്ന് പറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റിവേഴ്സ് T3 എന്ന്. എന്താണ് റിവേഴ്സ് T3 എന്ന് പറഞ്ഞാൽ? റിവേഴ്സ് T3, റിവേഴ്സ് ഹോർമോണുകളെല്ലാം ഡമ്മി ഹോർമോണുകളാണ്.
റിവേഴ്സ് T3 ഇസ് എ ഡമ്മി തൈറോയ്ഡ് ഹോർമോൺ. ഡമ്മി എന്ന് പറഞ്ഞാൽ പേരിന് മാത്രം, ഒന്നും ചെയ്യില്ല, ആശാൻ ഒന്നും ചെയ്യില്ല, വെറുതെ ഡമ്മി ആയിട്ട് ഇങ്ങനെ നിൽക്കും എന്ന് മാത്രം. എന്തുകൊണ്ട് ഡമ്മി ഹോർമോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രായം ചെല്ലും തോറും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ട T3 എന്ന് പറയുന്ന തൈറോയ്ഡ് ഹോർമോൺ ഇത് റിവേഴ്സ് T3 ആയിട്ട് കൺവെർട്ട് ചെയ്യപ്പെടും, ഇനാക്റ്റീവായി മാറുന്നു എന്നർത്ഥം. പ്രായം ചെല്ലുന്ന ഒരു 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സൊക്കെ ആവും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മെനോപോസ് കഴിഞ്ഞ ഒരു 5 ഇയേഴ്സ് 10 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഈ T3 മെല്ലെ റിവേഴ്സ് T3 ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അതായത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ഒരു തൈറോയ്ഡ് ഹോർമോൺ ആയിട്ടുള്ള T3 ഡമ്മി T3 ആയിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. എവിടെയൊക്കെ സ്ത്രീകൾക്കാണ് കൂടുതൽ ഉണ്ടാവാറ്, പുരുഷന്മാർക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷെ കൂടുതൽ സ്ത്രീകൾക്കാണ് ഉണ്ടാവാറ്. ഈ സമയത്താണ് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ്, ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇൻഫെക്ഷൻസ്, ബ്രോങ്കിയൽ ഇൻഫെക്ഷൻസ്, സ്കിൻ ഇൻഫെക്ഷൻസ്, ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ നീർക്കെട്ട്, പല സ്ഥലത്തിൽ നീർക്കെട്ട്, എന്ത് ടെസ്റ്റ് എടുത്തിട്ടും എന്താ പറയാ, ഏത് ലാബിൽ പോയിട്ട് എന്ത് ടെസ്റ്റ് റിപ്പോർട്ട്സ് എടുത്തിട്ടും എന്ത് മെഡിസിൻ കഴിച്ചിട്ടും മാറാൻ സാധിക്കുന്നില്ല. അതേസമയം തൈറോയ്ഡ് ഹോർമോൺ ചെക്ക് ചെയ്ത് നോക്കിയാൽ തൈറോയ്ഡ് നോർമൽ ആണെന്ന് പറയുന്നതായിരുന്നു. പക്ഷെ സിംറ്റംസ് എല്ലാം പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും എന്താണെന്നുള്ള ഡയഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തി നിൽക്കുന്ന പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പം എന്താണ് ഇതിന്റെ നോർമൽ ലെവൽ? എന്താണ് TSHന്റെ നോർമൽ ലെവൽ? 0.45 to 4.5 ആണ്. 0.45 മുതൽ 4.5 വരെ ആവാം TSH എന്ന് പറയുന്ന നോർമൽ ലെവൽ. T3യുടെ നോർമൽ ലെവല് 80 മുതൽ 220 നാനോഗ്രാം പെർ ഡെസിലിറ്റർ എന്ന് പറയും. 80 to 220 ആണ് T3ന്റെ ലെവല്. T4ന്റെ ലെവല് 5 to 12, 5 മുതൽ 12 നാനോഗ്രാം പെർ ഡെസിലിറ്റർ ആണ് T4ന്റെ അളവ്. ഇപ്പോഴൊക്കെ എല്ലാ മെഡിക്കൽ റിപ്പോർട്ടിലും റൈറ്റ് സൈഡിൽ നോർമൽ ലെവൽ എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി, കമ്പ്യൂട്ടറൈസ്ഡ് അല്ലാത്ത സമയത്ത്. സോ ഓക്കെ, എന്താണ് ഹാഷിമോട്ടോ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലായിട്ടും ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ 80% കാണപ്പെടുന്നത് ഹൈപ്പോ തൈറോയിഡിസം ആണ്. ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. എന്താണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ? ഹൈപ്പോ എന്ന് പറഞ്ഞാൽ TSH ലെവൽ കൂടുന്നു, അതേസമയം T3 T4 ലെവൽ താഴ്ന്നു വരും. എന്തുകൊണ്ടാണ് TSH ലെവൽ കൂടുന്നത്? എന്തുകൊണ്ടാണ് T3 T4 ലെവൽ താഴ്ന്നു വരുന്നത്? ഞാൻ പറഞ്ഞു, T3യും T4 ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? തൈറോയ്ഡ് ഹോർമോൺ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഈ തൈറോയ്ഡ് ഹോർമോൺ സ്ലഗ്ഗിഷ് ആവുന്ന സമയത്ത്, തൈറോയ്ഡ് ഹോർമോൺ വേണ്ട രീതിയിൽ തൈറോയ്ഡ് T3 T4 ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ, ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പിറ്റ്യൂട്ടറി ഗ്ലൻഡ് എന്ത് ചെയ്യും? ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്, ഇതിനെ നികത്താനായിട്ട് TSH റിലീസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ശരീരത്തിൽ മെറ്റബോളിസത്തിന് വലിയ കേടുപാടുകളൊന്നും സംഭവിക്കില്ല. അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലൻഡ്. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലൻഡ് താൽക്കാലികത്തേക്ക് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഏത്? TSH. പക്ഷെ എന്നും പിറ്റ്യൂട്ടറി ഗ്ലൻഡ് തൈറോയിഡിനെ സഹായിക്കാൻ ഉണ്ടാവില്ല എന്നും മനസ്സിലാക്കുക. ട്രീറ്റ്മെന്റ് എടുക്കണം, T3 T4 ലെവൽസിനെ നോർമലൈസ് ചെയ്ത് കൊണ്ടുവരണം. അതേസമയം ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഓവർ ആക്റ്റീവ് തൈറോയിഡ് ആണ്. ഓവർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ T3ന്റെയും T4ന്റെയും ലെവൽ വളരെയധികം വർദ്ധിക്കുന്നു. ഇതിനെ കുറയ്ക്കാനായിട്ട് തലച്ചോറ് TSH പ്രൊഡ്യൂസ് ചെയ്യും, ഇതിനെ കുറയ്ക്കാനായിട്ട്. അതും സംഭവിക്കുന്നുണ്ട്. അത് സംഭവിക്കുന്ന വെച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ ഡേഞ്ചറസ് ആണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അത് അതിന്റെ സിംറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ റൈറ്റ് ഓപ്പോസിറ്റ് ടു സിംറ്റം ആണ്. മറ്റേത് ശരീരം തടിച്ചു വരും, ഹൈപ്പോ ആണെങ്കിൽ ഇത് ശരീരം മെലിഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. മറ്റേത് ഓവർ മെറ്റബോളിക് റേറ്റ് ആണ്, ബോഡിക്ക് അമിതമായിട്ടുള്ള ചൂടൊക്കെ അനുഭവിക്കാറുണ്ട്. പക്ഷെ കൂടുതൽ കാണുന്നതും ഹൈപ്പോ തൈറോയിഡിസം. ഓക്കെ, ഈ തൈറോയിഡിന്റെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഹാഷിമോട്ടോ ഹൈപ്പോ തൈറോയിഡിസം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തൈറോക്സിൻ ആണ്. സൗണ്ട് ക്ലിയർ ആവുന്നില്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെയാണ് സർ. ഓക്കെ. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് സാധാരണ മെഡിക്കൽ സയൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ലിവോതൈറോക്സിൻ പോലത്തെ ടാബ്ലറ്റ്സുകളാണ് തരാറ്. 50 mg സ്റ്റാർട്ട് ചെയ്യും, ഒരു 25 mg സ്റ്റാർട്ട് ചെയ്യും, 50 mg, 75 mg, 100 mg ഇത് പോവാറുണ്ട്. എന്താണ് ഈ ലിവോതൈറോക്സിൻ എന്ന് പറഞ്ഞ സാധനം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ T4 ആണ്, T3 അല്ല. T4 ആണ് അവർ തരുന്ന മെഡിസിൻ. എന്താണ് T4? T4 എന്താ ഞാൻ നേരത്തെ പറഞ്ഞ? T4 is not that much active compared to T3. അപ്പം ഈ T4 ആക്റ്റീവ് ആവണമെങ്കിൽ ആര് വേണം?
D1 D2 എൻസൈമുകൾ വേണം. അപ്പൊ മെഡിക്കൽ സയൻസ് തീരെ കവർ ചെയ്യാത്ത ഒരു സാധനമാണ് ഇത്, ഈ T4 പ്രവർത്തിപ്പിക്കാൻ വേണ്ടുന്ന D1 and D2 എൻസൈംസ്. ഈ D1 D2 എൻസൈമിനെ പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ 3 പ്രധാനപ്പെട്ട ന്യൂട്രീഷൻ വളരെ ആവശ്യമാണ്. ഒന്ന് സെലീനിയം, ഒന്ന് മഗ്നീഷ്യം, ഒന്ന് വൈറ്റമിൻ ഡി. നോട്ട് ചെയ്ത് വെക്കുക. തൈറോയ്ഡ് ഹോർമോണിന്, ഈ ഹൈപ്പോതൈറോയിഡിസത്തിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും സിംറ്റംസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടിനെ വിട്. നിങ്ങളെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് നിങ്ങൾ കെയർ ചെയ്യരുത്. കാരണം നമ്മളുള്ളത് ഇൽനസ് ഇൻഡസ്ട്രിയിലല്ല, നമ്മളുള്ളത് വെൽനസ് ഇൻഡസ്ട്രിയിലാണ്. ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് മേ ബി നോർമൽ. ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് നോർമൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സിംറ്റംസ് എന്തൊക്കെയാണ്, തൈറോയ്ഡ് ഹോർമോണുമായി ബന്ധപ്പെട്ട സിംറ്റംസ് എന്തൊക്കെയാണ്? ഡിപ്രഷൻ, വിഷാദം, ഫെറ്റീഗ്, അമിതമായിട്ടുള്ള ക്ഷീണം, വണ്ണം കൂടുക, ബോഡി വെയിറ്റ് കൂടുക, മലബന്ധം, കൊളസ്ട്രോൾ ലെവൽ കൂടുന്നു, രക്താതി സമ്മർദ്ദം, ബ്ലഡ് പ്രഷറിൽ വ്യതിയാനം വരുന്നു, രാത്രി ഉറക്കക്കുറവ്, മെമ്മറിന്റെ പ്രശ്നങ്ങൾ, ഒരു സംഗതി ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പേശി വലിവ്, സ്കിന്നിൽ ഉണ്ടാവുന്ന വരൾച്ച, ഡ്രൈനസ്, നഖങ്ങളെല്ലാം പൊട്ടിപ്പോവുക, ഡിസ്കളറേഷൻ ഉണ്ടാവുക, മുടി കൊഴിച്ചൽ ഉണ്ടാവുക, തണുപ്പിനോടുള്ള സെൻസിറ്റിവിറ്റി വർദ്ധിക്കുക, ഫ്ലൂയിഡ് റിട്ടൻഷൻ കുറയുക, അതേപോലെ ഇതൊക്കെ ഹഷിമോട്ടോ ഹൈപ്പോതൈറോയിഡിസത്തിന് സിംറ്റമാണ്. ഇതിൽ മിക്കവാറും ആൾക്കാർക്ക് ബ്ലഡ് ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ പോലും T3 T4 TSH നോർമൽ ആണെങ്കിൽ പോലും ഇതിൽ 4 5 സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ പറയാറുണ്ട് പഴയതുപോലെ ഇല്ല, എന്നാലും ഉണ്ടാവാറുണ്ടെന്നാണ് 90% സ്ത്രീകളും ഞാൻ പറഞ്ഞത് കേട്ടിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കരുത് നമ്മുടെ സപ്ലിമെന്റേഷൻ ഫോക്കസ് എന്ന് പറയുന്നത്. സിംറ്റംസ് എന്തെല്ലാം, ഈ പറയുന്ന സിംറ്റംസ് ഒന്നും ഇന്ന് ആ വ്യക്തിക്ക് ഇല്ല എങ്കിൽ ആ വ്യക്തി 100% ഹെൽത്തി ആണെന്ന് പറയാൻ സാധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള കാറ്റഗറിയിലേക്ക് ആൾക്കാരെ എത്തിക്കാനാണ്, അല്ലാണ്ട് ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് നോർമൽ ആയിട്ട് ഹാവു എന്ന് പറയാൻ പറ്റാവുന്ന ആൾക്കാരെ നമുക്ക് വേണ്ട. ഓക്കെ, അതുവരെ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ സാധിക്കില്ല, പറയുന്നത് ശരിയല്ല. നമ്മളെ എന്താ പറയാ, ഫങ്ഷണൽ സപ്ലിമെന്റ്സ്, ഫങ്ഷണൽ മെഡിസിൻസ് അല്ലെങ്കിൽ മെഡിസിൻസിനോടൊപ്പം തന്നെ നമ്മളെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് കൂടെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, വിട്ടുപോകരുത്. T4 ആണ് ലിവോതൈറോക്സിൻ അവർ മെഡിസിൻ തരുന്നത്. T4 ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ D1 D2 എൻസൈമുകൾ വേണം. ഈ D1 D2 എൻസൈമുകൾ ശരീരത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ D1 D2 എൻസൈമിനെ പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 3 ന്യൂട്രീഷൻ വളരെ ആവശ്യമാണ്: സെലീനിയം, മഗ്നീഷ്യം ആൻഡ് വൈറ്റമിൻ ഡി. നമുക്ക് വൈറ്റമിൻ ഡി നമുക്കുണ്ട്, വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള സബ്ലിംഗ്വൽ സ്പ്രേ ഉണ്ട് വൈറ്റമിൻ ഡി. തൈറോയിഡ് ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് ആദ്യം അടിവരയിട്ട് പറയാണ്, നമ്പർ 1 ആയിട്ട് ആദ്യം കൊടുക്കേണ്ട ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാ, ഇറ്റ്സ് വൈറ്റമിൻ ഡി. ഈ സിംറ്റംസിൽ, ഈ പറഞ്ഞ 10-12 സിംറ്റംസിൽ ഒരു 5-ൽ കൂടുതൽ സിംറ്റംസ് അവർക്ക് ഉണ്ട് എങ്കിൽ ഡെയിലി 2 സ്പ്രേ എങ്കിലും വൈറ്റമിൻ ഡി ഉപയോഗിക്കാൻ പറയാം. 5-ൽ താഴെ സിംറ്റംസ് ഉള്ളുവെങ്കിൽ 1 സ്പ്രേ വീതം ഒരു ദിവസം ഉപയോഗിക്കാൻ വേണ്ടി പറയാ, നാവിന്റെ താഴെ. ഓക്കെ, അടുത്ത സംഗതി എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ഈ ഡിസീസ് എങ്ങനെയാ വരുന്നത്? ഇതിനെ നമ്മൾ പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയും. നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സാധനം? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞ സാധനം എന്താ? നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ കോശത്തിനെ തന്നെ കയറി ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത് പറയുന്നത്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. അവർ ബോഡീസ് ആന്റിബോഡീസ്, നമ്മളെ ബോഡിയുടെ ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗാണുക്കൾ ചെറുത്ത് നിർത്തുന്നതാണ് ആന്റിബോഡീസ്. അപ്പം ഈ രോഗാണുക്കൾ ചെറുത്ത് നിർത്താൻ വേണ്ടി ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡീസ് നമ്മളെ ശരീര കോശങ്ങൾ തന്നെ കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിലെ ഭടന്മാര് ഇന്ത്യൻ ആർമീനെ തന്നെ കയറി ആക്രമിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? മൊത്തം പാൻഡമിക് ആയിരിക്കും. കാരണം എന്താ സംഭവിക്കണം എന്നുള്ള എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. എന്താ സംഭവിക്കണം എന്നുള്ള ഒന്നും മനസ്സിലാവാത്ത ഒരു കണ്ടീഷനിലേക്ക് നമ്മളെ ശരീരം എത്തും. നമ്മളെ ശരീരത്തിന് തന്നെ പിടുത്തം വിട്ടുപോകുമെന്ന് പറയില്ല, പിടുത്തം വിട്ടുപോകുന്നൊക്കെ പറയില്ല. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളെ ശരീരം കയ്യും മലർത്തി നോക്കിയിരിക്കുക ചെയ്യും. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ? ഞാൻ എന്നെ തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ സൂയിസൈഡൽ അറ്റാക്ക്. ഒരു സൂയിസൈഡൽ അറ്റാക്ക് ആണ് ഇത് സംഭവിക്കുന്നത്. ഈ സൂയിസൈഡൽ അറ്റാക്കിന് കാരണക്കാരനാരാ?
what is the reason behind this suicidal attack എന്ന് ചോദിച്ചാൽ നമ്പർ 1 കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മള് ഗോതമ്പ് അല്ലെ, നമ്മള് ദൈവം പ്രോട്ടീൻ കഴിഞ്ഞാല് ഒരു പക്ഷേ മില്ലറ്റ്സ് കഴിഞ്ഞാല് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ നമ്മളെ ന്യൂട്രീഷന്റെ കാറ്റഗറിയിൽ ടോപ്പ് 4 കാറ്റഗറിയിൽ എഴുതിയിരിക്കുന്ന ഒരു സാധനമാണ് ഏത്? ഗോതമ്പ് എന്ന് പറയുന്ന സാധനം, വീറ്റ് അല്ലെ. ഈ വീറ്റിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്, ഒരു പ്രോട്ടീൻ ഉണ്ട്. സാധനം എന്നറിയോ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഗ്ലൂട്ടൻ. ഗ്ലൂട്ടൻ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട വില്ലൻ. GLUTEN. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഗോതമ്പിന്റെയും ഓട്സിന്റെയും ഒക്കെ എൻഡ് പ്രോഡക്റ്റ് ആണ് ഈ സാധനം. പണ്ടത്തെ ആൾക്കാർ നമ്മളെക്കാൾ കൂടുതൽ ഗോതമ്പും ഇതൊക്കെ കഴിച്ചിരുന്നതാണല്ലോ, പിന്നെന്തേ അവർക്ക് ഇത്ര ഗ്ലൂട്ടന്റെ പ്രശ്നം ഇല്ലാത്തത്? പണ്ടത്തെ ഫെർമെന്റേഷൻ പ്രോസസ്സും ഇന്നത്തെ ഫെർമെന്റേഷൻ പ്രോസസ്സും വ്യത്യാസമുണ്ട്. പണ്ടത്തെ ഫെർമെന്റേഷൻ പ്രോസസ്സിൽ ഗോതമ്പിന്റെ ഗ്ലൂട്ടന്റെ അളവ് നോട്ട് മോർ ദാൻ 4% ആയിരുന്നു, 3.5. നമ്മളെ ബോഡിക്ക് താങ്ങാൻ പറ്റാവുന്ന ഗ്ലൂട്ടന്റെ അളവ് 4% ആണ്. അതിന്റെ മുകളിൽ നിങ്ങളുടെ ശരീരത്തിനൊന്നും ഗ്ലൂട്ടന്റെ അളവ് താങ്ങാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ ഗ്ലൂട്ടന്റെ അളവ് എത്രയെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോ. ഇതിന് 4 ഇരട്ടിയാണ്. 16 മുതൽ 18% ഇന്ന് കഴിക്കുന്ന ഗോതമ്പിൽ നിന്ന് എടുക്കുന്ന ഗ്ലൂട്ടൻ നമുക്ക് കിട്ടുന്നത്. പലപ്പോഴും നമ്മൾ ബിസ്ക്കറ്റ്സ്, കേക്ക്സ് ഒക്കെ മേടിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ചിലതിൽ ഗ്ലൂട്ടൻ ഫ്രീ എഴുതിയിട്ടുണ്ടാവും, ചിലതിൽ ഗ്ലൂട്ടൻ ഫ്രീ എഴുതിയിട്ടുണ്ടാവും, ചിലതിൽ ഗ്ലൂട്ടൻ ഫ്രീ. ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഗ്ലൂട്ടൻ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടെന്നും ഗ്ലൂട്ടൻ ഇല്ല എന്നുള്ള അർത്ഥമുണ്ട്. അത് ശരിക്കും ലേബൽ വായിച്ചു നോക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. എന്താണ് ഈ ഗ്ലൂട്ടൻ എന്താ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ റോൾ ഓഫ് ഗ്ലൂട്ടൻ? ഗ്ലൂട്ടൻ എന്ന് പറയുന്ന സാധനം നമ്മളെ ആമാശയത്തെ നശിപ്പിക്കും, നമ്മളെ ഗട്ടിനെ നശിപ്പിക്കും. നമ്മളെ ഗട്ടില് എല്ലാവർക്കും കയറി ചെല്ലാനുള്ള അനുവാദമില്ല. കണ്ട വ്യക്തികൾക്കൊന്നും നമ്മൾ ആമാശയത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. നമ്മളെ ഗട്ടിൽ ഒരു ഗേറ്റ് കീപ്പർ ഉണ്ട്, എന്താ പറയുക, ഒരു വാച്ച്മാൻ ഉണ്ട്. ആ വാച്ച്മാനെ പറയുന്ന പേരാണ് സോണുലിൻ എന്ന് പറയും. സോണുലിൻ, ZONULIN. ZONULIN. സോണുലിൻ acts as a gatekeeper in the gut. ഗട്ടില് ആരൊക്കെ കടത്തി വിടണം, ആരൊക്കെ കടത്തി വിടണ്ടെന്ന് തീരുമാനിക്കുന്നത് ഈ സോണുലിൻ എന്ന് പറയുന്ന ഗേറ്റ് കീപ്പറാണ്. അപ്പോ ഈ ഗ്ലൂട്ടന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഗ്ലൂട്ടൻ ഈ സോണുലിനെ മയക്കിക്കളയും. It has got the capacity to influence zonulin. It has got the capacity to destroy zonulin. സോണുലിന് ക്ലോറോഫോം കൊടുത്തിട്ടൊക്കെ മയക്കിക്കളി ആര്? ഈ ഗ്ലൂട്ടൻ. അപ്പൊ എന്താ സംഭവിക്കുക? ഗേറ്റ് കീപ്പർ അവിടെ ഇല്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ ഗ്ലൂട്ടന്റെ അളവ് കൂടുന്ന സമയത്ത് ഈ ഗ്ലൂട്ടൻ ആരെ കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും? നമ്മളെ മെറ്റബോളൈറ്റ്സിന്, നമ്മളെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയാസിന് കയറിയിട്ട് ആക്രമിക്കാൻ തുടങ്ങും. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇഫ് യുവർ ഗട്ട് ഈസ് ഹെൽത്തി, ഐ ആം ഹെൽത്തി. നമ്മളെ ഗട്ട് ഹെൽത്തി ആണെങ്കിൽ ഞാൻ ഹെൽത്തി ആണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. സോ കീപ് യുവർ ഗട്ട് ഓൾവേസ് ഹെൽത്തി എന്ന് പറയാറുണ്ട്, ശരിയല്ലേ? അപ്പൊ ഈ ഗ്ലൂട്ടൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന നമ്മുടെ ഗട്ട് മെറ്റബോളൈറ്റ്സിന്റെ സെൽ മെംബ്രെയിനെ കയറിയിട്ട് ആക്രമിക്കും. അതിന്റെ കോശത്തിന്റെ ഭിത്തിയിൽ പോയിട്ട് അടിച്ച് കയറും. സംഭവിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഗട്ട് മെറ്റബോളൈറ്റ്സ് വാറ് ലൂസ് ചെയ്യും. ഈ ഗ്ലൂട്ടൻ ഈ ഗട്ട് മെറ്റബോളൈറ്റ്സിന്റെ മേലെ, സെൽ മെംബ്രെയിന്റെ മേലെ പറ്റി പിടിച്ചിരിക്കും. അപ്പൊ ശരീരത്തിന് സ്വാഭാവികമായിട്ടും ഒരു ഫോറിൻ ബോഡി, നമുക്ക് ശരീരത്തിന് അറിയാത്ത ഒരു സാധനം ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഗട്ട് മെറ്റബോളൈറ്റ്സ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശക്തിയുള്ള ഏറ്റവും ബുദ്ധിമാനായ ഒരു ഓർഗനാണ് ഏത്? നമ്മളെ ഗട്ട് മെറ്റബോളൈറ്റ്സ്, നമ്മളെ മൈക്രോബയോംസ്, നല്ല ബാക്ടീരിയാസ്. ഈ നല്ല ബാക്ടീരിയാസ് ഉടനെ തന്നെ ആരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നേരെ നമ്മളെ ശരീരത്തിന്റെ പ്രതിരോധ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടും. ഇവിടെ മൊത്തം പ്രശ്നമാണ് ചേട്ടാ, ഇവിടെ ഗ്ലൂട്ടന്റെ ആക്രമണം സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യണം എന്ന് പറയും. നേരെ ഈ സാധനം ഇമ്മ്യൂൺ ഡിപ്പാർട്ട്മെന്റിലേക്ക് എറിയും. ഇമ്മ്യൂൺ ഡിപ്പാർട്ട്മെന്റ് നേരെ ആന്റിബോഡീസ്, T സെൽസിനെയും B സെൽസിനോടും പറയും, മോനെ വേഗം പൊയ്ക്കോ, അവിടെ മൊത്തം പ്രശ്നമാണെന്ന് പറയും. ആരോട്? ആന്റിബോഡീസിനോട് പറയും. ഈ ആന്റിബോഡീസ് ആരെ അറ്റാക്ക് ചെയ്യും? ഗ്ലൂട്ടനെ അറ്റാക്ക് ചെയ്യും. ഈ ഗ്ലൂട്ടൻ എവിടെയാ കിടക്കുന്നത്? നമ്മളെ ഗട്ട് മെറ്റബോളൈറ്റ്സിന്റെ സെൽ മെംബ്രെയിനുമിലാണ് കിടക്കുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ ആന്റിബോഡീസ് ആരെ അറ്റാക്ക് ചെയ്യും? ഗ്ലൂട്ടനെയാണോ അറ്റാക്ക് ചെയ്യുന്നത്? ആ ഗട്ട് മെറ്റബോളൈറ്റ്സിന്റെ സെൽ മെംബ്രെയിനെയാണോ അറ്റാക്ക് ചെയ്യുന്നത്?
ആ ഗട്ട് മെറ്റബോളൈറ്റ്സിന് സെൽ മെംബ്രെയിനെ അറ്റാക്ക് ചെയ്യും. കാരണം അവിടെയാണ് ആര് കിടക്കുന്നത്? ശരിയായ വില്ലൻ കിടക്കുന്നത്. പാവം നമ്മളെ കോശം ഇതൊന്നും അറിയുന്നില്ല. നമ്മൾ ആന്റിബോഡീസിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഗ്ലൂട്ടൻ ആണെങ്കിൽ ഈ ഗ്ലൂട്ടൻ അതിനേക്കാൾ സ്മാർട്ടാണ്. ഗ്ലൂട്ടൻ മെംബ്രെയിനിൽ കയറിയിട്ട് പറ്റിപ്പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് T3 T4 മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ പോരാ, തൈറോയിഡിന്റെ ആന്റിബോഡി ടെസ്റ്റും കൂടെ എടുക്കണം എന്ന് പറയും. അതിന് കുറച്ച് കോസ്റ്റ്ലി ആണ്. എനിക്ക് തോന്നുന്നു 2000 രൂപ എങ്ങാണ്ട് വരും തൈറോയിഡിന്റെ ആന്റിബോഡി ടെസ്റ്റ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ആന്റിബോഡി ടെസ്റ്റ്. എന്തിന് ആന്റിബോഡി ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിബോഡീസിന്റെ അളവ് കൂടുന്തോറും നമ്മൾ ഈ ശരീരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ആന്റിബോഡീസിന്റെ അളവ് കുറയും തോറും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന്റെ അളവ് കുറയുന്നു. കാരണം ആന്റിബോഡീസ് കൂടിയാൽ അത്രയും നമ്മളെ എന്താ പറയാ ഇൻഫെക്ഷൻ ഉണ്ട്, അത്രയും നമ്മുടെ അവിടെ ഗ്ലൂട്ടന്റെ ആക്രമണം അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആന്റിബോഡീസ് അത്രയും കൂടുതൽ വിട്ടിരിക്കുന്നത്. ഈ ആന്റിബോഡി കുറവാണെന്നുണ്ടെങ്കിൽ നല്ല സൂചനയാണ്, കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നല്ല സൂചനയല്ല. സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇതാണ് സംഭവിക്കുന്നത്. ഇനി അടുത്ത സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈറോയ്ഡ് ഹോർമോൺ ചില സെൻസേഴ്സിന് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ സെൻസേഴ്സ് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഗട്ട് മെറ്റബോളൈറ്റ്സും ഇമ്മ്യൂണിറ്റിയുമായിട്ടാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഗ്ലൂട്ടൻ അടുത്തത് കയറി അറ്റാക്ക് ചെയ്യുന്നത് തൈറോയ്ഡ് ഹോർമോൺ റിലീസ് ചെയ്യുന്ന ചില സെൻസറിനെ കയറി പിടിക്കും. അപ്പൊ അടുത്ത ആന്റിബോഡീസ് എവർ അറ്റാക്ക് ചെയ്യും? ഓൾറെഡി ഗട്ടിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത് അടുത്ത ആന്റിബോഡീസ് എവിടെ അറ്റാക്ക് ചെയ്യുക? ഈ തൈറോയ്ഡ് ഹോർമോൺ റിലീസ് ചെയ്യുന്ന സെൻസർമേൽ കയറി ആക്രമിക്കുന്നതാണ്. കാരണം ഗ്ലൂട്ടൻ എവിടെ പറ്റിപ്പിടിച്ച്? തൈറോയ്ഡ് ഹോർമോണിന്റെ സെൻസർമേൽ പറ്റിപ്പിടിച്ച്. സെൻസറിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ഈ സാധനം പോകുന്നത് എങ്ങോട്ടറിയോ? ഏത്? ഈ തൈറോയ്ഡ് ഹോർമോണിലേക്കാണ് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത്. അവസാനം എവിടെയായി ഗ്ലൂട്ടൻ എത്തി നിൽക്കുന്നത്? ആമാശയത്തിൽ കയറി, ആമാശയത്തിൽ നിന്നും തൈറോയ്ഡ് ഹോർമോണിന്റെ സെൻസേഴ്സിലേക്ക് കയറി അവിടുന്ന് നേരെ ആക്രമിക്കുന്നത് തൈറോയ്ഡ് ഹോർമോണിലേക്ക് നേരിട്ടെത്തും. ആര്? ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന സാധനം മഹാവില്ലനാണ്. എന്താ പറയാ, നമ്മളെ ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മാതിരിപ്പെട്ട ചെങ്ങായിയാണ് ആര്? ഈ ഗ്ലൂട്ടൻ. അപ്പൊ സംഭവിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഗട്ട് നശിച്ചു, തൈറോയ്ഡ് ഹോർമോണിന്റെ സെൻസർ മൊത്തം നശിച്ചുപോയി, T3 T4ന്റെ അളവ് കുറഞ്ഞു തുടങ്ങി. അതിനനുസരിച്ച് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അതിന് TSH കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അതിനനുസരിച്ച് D1 and D2 എൻസൈംസിന്റെ ഉൽപ്പാദനം കുറയും, TSHന്റെ ഉൽപ്പാദനം കൂടും, ശരീരത്തിന്റെ മെറ്റബോളിക് റേറ്റ് കുറയും, മൊത്തം ശരീരം ഒരു പാൻഡമിക് സിറ്റുവേഷനിലേക്ക് എത്തും. ഇതാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ദീസ് ആർ ഓൾ ഹാപ്പനിങ് ആസ് ഫാർ ആസ് തൈറോയ്ഡ് ഹൈപ്പോതൈറോയിഡിസം ഇസ് കൺസേൺഡ്. സോ ഈ ആന്റിബോഡീസ്, അതായത് ഞാൻ പറഞ്ഞു ഇവിടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ നമുക്കിവിടെ എന്താ ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ഞാൻ പറഞ്ഞു D1 D2 എൻസൈംസിന് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിപ്പിക്കേണ്ടത് വൈറ്റമിൻ D, സെലീനിയം ആൻഡ് മെഗ്നീഷ്യം അല്ലെ. സെക്കൻഡ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർക്ക് ഏറ്റവും ബെസ്റ്റ് ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്പർ 1 ആയിട്ട് പറയും അത് വൈറ്റമിൻ C അല്ല, അത് വൈറ്റമിൻ E അല്ല, അത് വൈറ്റമിൻ A അല്ല, വേറെ ഒരു ആന്റി ഓക്സിഡന്റും അല്ല, വൈറ്റമിൻ D ആണ്. ഏത് തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ വൈറ്റമിൻ ഡി, നമ്മുടെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എന്ന് പറയുന്നത് ഞാൻ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സപ്ലിമെന്റും കഴിച്ചോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല. വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്യുക, സബ്ലിംഗ്വൽ സ്പ്രേ ഒരു ദിവസം അടിക്കാതെ ഇരിക്കരുത്. നിങ്ങളെ ശരീരത്തോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മഹാപാപമാണെന്ന് ഞാൻ പറയും. ഒരു ദിവസം പോലും നിങ്ങൾ വൈറ്റമിൻ ഡി സ്പ്രേ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ. ഓക്കെ, ഏറ്റവും ബെസ്റ്റ്, അതായത് നമ്മൾ ഹാർട്ട് ഡിസോർഡർ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ്, ക്യാൻസർ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ്, ടൈപ്പ് 2 ഡയബറ്റീസ് ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ്, ഗ്ലൂക്കോസ് ഇൻടോളറൻസ് ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ്, റൊമറ്റോയ്ഡ് ആർത്തറൈറ്റിസ് ആമവാദം ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ്, ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ്, ലൂപ്പസ് പോലത്തെ മാരകമായ അസുഖങ്ങൾ, കിഡ്നിനെയും ഹാർട്ടിനെയും ലിവറിനെയും ബ്രെയിനെയും ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന SLE DLE എന്നൊക്കെ പറയും, സിസ്റ്റമിക് ലൂപ്പസ് എറിത്മെറ്റോസിസ്, ഡിസ്കോയിഡ് ലൂപ്പസ് എറിത്മെറ്റോസിസ് എന്നൊക്കെ പറയും. അതേപോലെ തന്നെ മസ്കുലർ ഡിസ്ട്രോഫി വളരെ 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 ഡേഞ്ചറസ് ആയിട്ടുള്ള ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ്. മസിൽസ് ഒക്കെ പൊട്ടി നശിച്ചു പോവും, ശോഷിച്ച് മരണപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. 4 കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ട് ബിസിനസ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കുടുംബത്തില് 4 കുട്ടികൾ, 16 വയസ്സ് കടന്നിട്ടില്ല, 4 ആൺകുട്ടികളാണ്. അവര് പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുണ്ടായത് 4 ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പെൺകുട്ടിയായിരുന്നു സർവൈവ് ചെയ്ത് പോയത്. 4 പേര് മരണപ്പെട്ടത് മസ്കുലർ ഡിസ്ട്രോഫി കൊണ്ടാണ്. അന്ന് വൈറ്റമിൻ ഡിനെ കുറിച്ച് നമുക്ക് അത്ര നോളജ് ഒന്നും ഇല്ലായിരുന്നു. അന്ന് ഇന്റർനെറ്റും ഈ ഗൂഗിളൊന്നും അത്ര ഇല്ലായിരുന്നു.
സോ അന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, വൈറ്റമിൻ ഡിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആ 4 കുട്ടികൾ നടുവണ്ണൂർ, പേരാമ്പ്ര പോകുന്ന സമയത്ത് നടുവണ്ണൂർ ഭാഗത്താണ് അവരുടെ മെയിൻ റോഡ് സൈഡാണ് അവർ. ഒരിക്കലും മറക്കാൻ പറ്റില്ല ഫാമിലി. അങ്ങനെ ഇഷ്ടംപോലെ കുടുംബങ്ങൾ നമുക്കറിയാതെ നശിച്ചു പോയ കുടുംബങ്ങളുണ്ട്. ഒരു കുടുംബത്തിൽ 4 കുട്ടികൾ, 4 ആൺകുട്ടികൾ 16 വയസ്സിന് മുന്നേ മരിച്ചു പോവാന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം മാരകമായ അസുഖം എന്ന് ആലോചിച്ചു. ഇതെല്ലാം ഓട്ടോഇമ്യൂൺ ഡിസോർഡറാണ്. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ വൈറ്റമിൻ ഡി ഒരു ദിവസം സപ്ലിമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ മഹാപാപമാണ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. കുറച്ച് ഓവറായോ? എന്നാലും പ്രശ്നമല്ല. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് നമ്മുടെ റോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലീക്കി ഗട്ട്. ലീക്കി ഗട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ലീക്കി ഗട്ട് എന്ന് പറഞ്ഞാൽ ഈ ഗട്ടിൽ നിന്നും നമ്മളെ ഗട്ട് മൈക്രോബയോംസിന്റെ അളവ് കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. ഇത് അടുത്ത സിറ്റുവേഷനിലേക്ക് എത്തിക്കും. ഗട്ട് മൈക്രോബയോംസ് നമുക്കറിയാം ഡയറക്ട്ലി കണക്റ്റഡ് ടുവേർഡ്സ് ഇമ്മ്യൂണിറ്റി. ഗട്ട് മൈക്രോബയോംസ് ഡയറക്ട്ലി കണക്റ്റഡ് ടുവേർഡ്സ് മെന്റൽ ഹെൽത്ത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇൻ ഫ്യൂച്ചർ സൈക്കാട്രി ഡോക്ടേഴ്സ് വരെ, സൈക്കാട്രിക്ക് ചികിത്സിക്കുന്ന, മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് വരെ ഫസ്റ്റ് നമ്പർ 1 റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന സപ്ലിമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അടിവരയിട്ട് പറയാൻ പറ്റും, ഇറ്റ് ഈസ് പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക്. നമ്പർ 1 ഇമ്മ്യൂണിറ്റി, ഓട്ടോഇമ്യൂൺ ഡിസോർഡർ, ലീക്കി ഗട്ടിന് ഏറ്റവും കൂടുതൽ പ്രിവെന്റ് ചെയ്യുന്ന സാധനമാണ് ഏത്? പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക്. ആസ് എ വെസ്റ്റീജിയൻ വി ഷുഡ് ബി വെരി മച്ച് പ്രൗഡ് ഇനഫ് ദാറ്റ് വി ഹാവ് ഗോട്ട് കോംബയോട്ടിക്സ് ഇൻ അവർ ഹാൻഡ്സ്. So number 2, as far as a thyroid patient is concerned, number 2 we have to recommend, no doubt, combiotics. Number 3, ഞാൻ നേരത്തെ പറഞ്ഞു സിങ്ക്, സെലീനിയം, മെഗ്നീഷ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ്. അതേപോലെ അയോഡിൻ തൈറോയ്ഡ് ഹോർമോണിനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ്. കോപ്പർ, മാംഗനീസ്, മോളിബ്ഡനം, ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള 84 മിനറൽസ് അടങ്ങിയിട്ടുള്ള ഒരു ഫാന്റാസ്റ്റിക് സപ്ലിമെന്റ് ഉണ്ട് നമ്മുടെ കയ്യില്. ഈ ലോകത്ത് ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റില്ല ആ സാധനം. ഒരു കുഞ്ഞു കുട്ടിക്കും ഇന്ത്യ മഹാരാജ്യത്ത് 28 സംസ്ഥാനത്ത് ഒരാൾക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു വജ്രായുധം നമ്മുടെ കയ്യിലുണ്ട്. ഇതെടുത്ത് പുറത്തേക്ക് ഇറങ്ങ്. CMD, no doubt. As far as a thyroid patient is concerned, we should number 3rd recommend in the product CMD. അടിവരയിട്ട് പറയാൻ സാധിക്കും. So combiotics, vitamin D, CMD. What is the next role? ശതാവരി. സർ, ശതാവരി സ്ത്രീകൾക്ക് മാത്രം കഴിക്കേണ്ട ഒരു സാധനമാണോ? അല്ല. ശതാവരി is a hormonal balancer. Anyone can take. നമ്മളെ കിഡ്നി ഹെൽത്തിൽ ശതാവരി ഉണ്ട്, നമ്മളെ പ്രോസ്റ്റേറ്റ് കെയർ ലിറ്റിൽ ബിറ്റ് ഓഫ് ശതാവരി ഉണ്ട്. ശതാവരി സ്ത്രീകൾക്ക് മാത്രം കഴിക്കേണ്ട ഒരു സാധനമല്ല സുഹൃത്തെ. പുരുഷന്മാർക്കും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും, പുരുഷന്മാർക്കും തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. കുറച്ച് സൗണ്ട് കൂടിയോ? റൈസായോ? ഇല്ലല്ലോ അല്ലേ? ഓക്കെ, നിങ്ങൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, സ്പിരിറ്റ് കൂടുന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പൊ ഏതാണ് പറഞ്ഞു വന്ന്? ശതാവരി. ശതാവരി ഇസ് എ ഹോർമോൺ ബാലൻസർ, ക്വീൻ ഓഫ് ഹെർബ് എന്ന് പറയും. ഞാൻ പറയുകയാണെങ്കിൽ ക്വീൻ ആൻഡ് കിങ് ഓഫ് ഹെർബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. രണ്ടുപേർക്കും ഒരേപോലെ ഉചിതമാവുന്ന സാധനമാണ് ശതാവരി. ഹോർമോണിനെ ബാലൻസ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ അസ്പറാഗസ്. നമ്പർ 4 റെക്കമെൻഡ് ചെയ്യുന്ന സാധനം ശതാവരി. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഈ T3 റിവേഴ്സ് T3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു പറഞ്ഞു. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് T3 കൺവേർട്ടഡ് ടു റിവേഴ്സ് T3? ഏജിങ്, പ്രായമാവുന്നത്, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, നമ്മളെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽ സ്ട്രെസ് ഉണ്ടാവുന്നു, ഫ്രീ റാഡിക്കൽ ഡാമേജ് ഉണ്ടാവുന്നു. ഫ്രീ റാഡിക്കൽ ഡാമേജ് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് തൈറോയ്ഡ് സെൽസിനെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന T3 എന്ന് പറയുന്ന ആക്റ്റീവ് ആയിട്ടുള്ള തൈറോയ്ഡ് ഹോർമോൺ ഇനാക്റ്റീവ് ആവും, റിവേഴ്സ് T3 ആവും പ്രായം ചെല്ലും തോറും. ഞാൻ പറഞ്ഞു T3 റിവേഴ്സ് T3 ആയാൽ ഡേഞ്ചർ ആണ്. കാരണം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺ ഇനാക്റ്റീവ് ആയാൽ ശരീരത്തിന്റെ അളവ് മൊത്തം താരുമാറാവും. അതിനെന്തു വേണം? വി ഹാവ് ടു പ്രൊവൈഡ് ആന്റി ഓക്സിഡന്റ്സ്. We have 2 fantastic antioxidants in our hands. Number 1, Sebuctone. Number 2, Vital Complex. Hello, are you getting it? What is the role of Sebuctone? Sebuctone 190 bioactive components അടങ്ങിയിട്ടുണ്ട്. 190. ഇത്രയും ബയോ ആക്റ്റീവ് കോമ്പണന്റ് അടങ്ങിയിട്ടുള്ള, ഇത്രയും കളേർഡ് ഫ്രൂട്ട്സിൽ നിന്ന് വെജിറ്റബിൾസ് എടുക്കാൻ പറ്റാവുന്ന നിറങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സപ്ലിമെന്റ് വേറെ ഇല്ല സുഹൃത്തെ.
And seabuckthorn contains it does have a lot of zinc ഉണ്ട്, selenium ഉണ്ട്, vitamin C ഉണ്ട്. Vitamin C also free radical stress-നെ ഏറ്റവും കൂടുതൽ ചെറുത്ത് നിർത്താൻ സഹായിക്കുന്നതാണ്. vitamin A ഉണ്ട്, beta carotenoids ഉണ്ട്, vitamin E, D alpha tocopherol ഉണ്ട്, polyphenols ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഗതികൾ seabuckthornലുണ്ട്. നമ്മൾ ആന്റി ഓക്സിഡന്റ്സിന്റെ കലവറയാണ് seabuckthorn. അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് സപ്ലിമെന്റ് വേണമെങ്കിൽ ഇതും കൂടെ കൊടുക്കാം. ഞാൻ എല്ലാം കൂടെ കൊടുക്കാം എന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കൊടുത്താൽ നല്ലതാണ്. പിന്നെ ഈ വളരെയധികം മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന തൈറോയ്ഡ് പ്രശ്നമുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന വേറൊരു 5-6 സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഭയങ്കരമായിരിക്കും, സമ്മർദ്ദം ഭയങ്കരമായിരിക്കും, ആങ്സൈറ്റി, ഉത്കണ്ഠ കൂടി വരുന്നത് കാണാൻ സാധിക്കും. ഷിസോഫ്രേണിയ എന്ന് പറയുന്ന മാരകമായ ഒരു മാനസിക രോഗി ആവാൻ സാധ്യത കൽപ്പിക്കുന്ന നമ്പർ 1 ഡിസീസ് ആണ് ഹൈപ്പോതൈറോയിഡിസം. തളർച്ച, ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാവും, ഫെറ്റീഗ്, ഭയങ്കരമായിട്ട് ടയർഡ്നെസ് ഉണ്ടാവും, ഫെറ്റീഗ്, ക്ഷീണം ഉണ്ടാവും, ലെഥാർജി, ഒരു ആലസ്യം, ഒരു കാര്യവും ചെയ്യാൻ തോന്നുന്ന ഒരു കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും ഇരിക്കാനോ നിൽക്കാനോ ഒരു കാര്യവും മുഴുവനായിട്ടും ചെയ്യാൻ തോന്നാത്തൊരു അലസത, മനോഭാവം കാണിക്കാൻ സാധ്യതയുള്ള സിംറ്റംസ്. അതേപോലെ തന്നെ ഡിപ്രഷൻ, ഇതെല്ലാം കൂടെ സിംറ്റംസ് മിക്കവാറും ഉണ്ടാവാറുണ്ട് തൈറോയ്ഡ് ഹോർമോൺ. ഇത് ഷിസോഫ്രേണിയയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. ഷിസോഫ്രേണിയക്കാണ് ഇതെല്ലാം കാണാറ്. അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു സപ്ലിമെന്റ് കൂടെ ഉണ്ട്. വി ആർ വെരി മച്ച് പ്രൗഡ്, വി ഹാവ് എനർജി ബൂസ്റ്റർ. അതിപ്പോ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. എനർജി ബൂസ്റ്റർ, അശ്വഗന്ധ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുള്ള എനർജി ബൂസ്റ്റർ. എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ടയർഡ്നെസ്സും ഫെറ്റീഗും ലെഥാർജിയും ഡിപ്രഷനും ഒക്കെ കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്, കോർട്ടിസോൾ എന്ന് പറയും. ഈ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രീനൽ ഗ്ലാൻഡ്സ് ആണ്. കിഡ്നിയുടെ മുകളിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു സാധനമാണ് അഡ്രീനൽ ഗ്ലാൻഡ്സ്. ഇതും ഒരു എൻഡോക്രൈൻ ഓർഗൻ ആണ്. സോ ഈ അഡ്രിനൽ ഗ്ലാൻഡ്സ് ഈ പറയുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇറ്റ് പ്രൊഡ്യൂസസ് ടൂ മച്ച് ഓഫ് കോർട്ടിസോൾ. കോർട്ടിസോൾ പ്രൊഡക്ഷൻ കൂടി വരും. കോർട്ടിസോൾ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടാവും. ഈ സമയത്താണ് നമ്മൾ സെൽവി ജയലളിതയുടെ ശരീരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? സെൽവി ജയലളിതയുടെ ബോഡി എങ്ങനെ ഉണ്ടാവും? ഫേസ് നല്ല റൗണ്ട് ഫേസ് ആണ്, ബോഡി ഷേപ്പ് റൗണ്ട് ആണ്, ബട്ടക് ഷേപ്പ് ഒക്കെ ശരിക്കും ഒരു സർക്കിൾ വരച്ച പോലെ ഉണ്ടാവും. കുഷൻ സിൻഡ്രോം എന്ന് പറയും. ഇറ്റ് ലീഡ്സ് ടു കുഷൻ സിൻഡ്രോം. ആൻഡ് വെരി ലിറ്റിൽ ബിറ്റ് ഓഫ് കോർട്ടിസോൾ ഹോർമോൺ തീരെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, ലോ കോർട്ടിസോൾ ഹോർമോൺ ആണെങ്കിൽ അഡിസൻസ് ഡിസീസ് എന്ന് പറയും. ഇത് രണ്ടും നമ്മൾ എന്താ പറയാ, നമ്മുടെ എൻഡോക്രൈൻ ഓർഗൻ ആണ്. എൻഡോക്രൈൻ ഓർഗനിൽ ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നമാണ്. ഇതെല്ലാത്തിനും നയിക്കുന്നത് നമ്പർ 1 ഡിസീസ് എന്ന് പറയുന്നത് ഹൈപ്പോതൈറോയിഡിസം. സോ എന്തൊക്കെ നമുക്ക് സപ്ലിമെന്റ് കൊടുക്കാം? നമ്പർ 1 വൈറ്റമിൻ ഡി, നമ്പർ 2 കോംബയോട്ടിക്സ്, നമ്പർ 3 CMD, നമ്പർ 4 ശതാവരി, സീബക്തോൺ ആൻഡ് എനർജി ബൂസ്റ്റർ. ഇതിന്റെ ഒരു സീബക്തോൺ ആൻഡ് എനർജി, ഇതിന്റെ ഒരു കോമ്പിനേഷനിലാണ്. ആൻഡ് ഡിപ്പെൻസ്, ഇതെല്ലാം കൂടെ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അത് നമ്മുടെ കോമ്പിനേഷൻ അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്നതാണ്. മീൻസ് ഒരു കാര്യം മനസ്സിലാക്കുക, മെഡിസിൻസ് കഴിക്കണം, ലിവോതൈറോക്സിൻ മെഡിസിൻസ് കഴിക്കാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കണം. അതിന്റെ കൂടെയേ നമ്മൾ സപ്ലിമെന്റേഷൻ ഉപയോഗിക്കാവൂ. സോ വെരി ഡെഡ്ലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഈ തൈറോയിഡിൽ ഒരിക്കലും നിസ്സാരനായിട്ട് കാണരുത്. ഈ തൈറോയ്ഡ് പ്രശ്നം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, ഞാൻ പറഞ്ഞില്ലേ, തൈറോയ്ഡ് സെൽസിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഡിസോർഡർ ഉണ്ടാവും, ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതലാണ്, ഹാർട്ട് സ്ലഗിഷ് ആവും, ഹാർട്ടിലേക്ക് വേണ്ട അളവിൽ ഓക്സിജനും ന്യൂട്രിയൻസും എത്താൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഹാർട്ട് സ്ലഗിഷ് ആവും. ഹാർട്ട് സ്ലഗിഷ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ബ്രെയിൻ സ്ലഗിഷ് ആവും. അപ്പോഴാണ് മെമ്മറിയും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്, അതും സ്ലഗിഷ് ആവും. സോ മൊത്തം നമ്മളെ മെറ്റബോളിസത്തെ ബാധിക്കും, മറ്റുള്ള ഓർഗൻസിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും മെഡിക്കൽ റിപ്പോർട്ട് മാത്രം നമ്പിക്കൊണ്ടുള്ളൊരു ചികിത്സയാവരുത് എനിക്ക് നിങ്ങളോട് അഭിപ്രായമുള്ളത്. മെഡിക്കൽ റിപ്പോർട്ട് മാത്രം നോക്കരുത്. നിങ്ങളുടെ ബോഡിയിലുള്ള എല്ലാ സിംറ്റംസും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സിംറ്റംസും കൂടെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ സപ്ലിമെന്റേഷനും കൂടെ റെക്കമെൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് മെഡിക്കൽ റിപ്പോർട്ട്സ് നോർമൽ ആവും, നിങ്ങളുടെ സിംറ്റംസ് നോർമൽ ആവും, നിങ്ങളുടെ മെറ്റബോളിക് റേറ്റ് ഹൈ ആവും, നിങ്ങളുടെ ഓട്ടോമ്യൂൺ ഡിസോർഡർ നോർമൽ ആവും, T3, T4, D1, D2, TSH എല്ലാം നോർമൽ ആവും. നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ടും ഹെൽത്തി ആക്കാൻ പറ്റാവുന്ന, ഹെൽത്തി ലിവിങ് ആകാൻ പറ്റാവുന്ന രീതിയിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഓക്കെ, 341 അല്ലേ പാർട്ടിസിപ്പൻസ്? ഓക്കെ, വെരി പ്രൗഡ്. ഓക്കെ, ഇതാണ് നമ്മൾ തൈറോയിഡിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഒബേസിറ്റി.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്യാം. ഓക്കെ, എന്താണ് ഒബേസിറ്റി? വാട്ട് ഈസ് ഒബേസിറ്റി? അമിതവണ്ണം എന്ന് പറയും, ശരിയല്ലേ? ഒബേസിറ്റി ഇന്ന് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. പറയപ്പെടുന്നത് ഓരോ വർഷം കൂടുന്തോറും 1.25%, 1.25% ജനങ്ങൾ ഒബേസിറ്റിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ചും നമ്മളെ കോവിഡിന്റെ ലോക്ക്ഡൌണിന് ശേഷം നമ്മളെ ഈ ഒബേസിറ്റി വളരെയധികം ഫാസ്റ്റ് ആയിട്ട് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു കൺസേൺ ആയിട്ട് മാറിയിട്ടുണ്ട്. 2019 പറയപ്പെടുന്നത് 38 കോടി കുട്ടികളിലാണ് ഒബേസിറ്റി ഉണ്ടായിരുന്നതെങ്കിൽ 2022 വേൾഡ് ഓവറാ പറഞ്ഞ, ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, കുട്ടികളിലാ ഞാൻ പറഞ്ഞത്. 2019 38 കോടി കുട്ടികളാണ് അമിതവണ്ണം ഉണ്ടായിരുന്നെങ്കിൽ 2022 കണക്ക് പറയുന്നത് 60 കോടി കുട്ടികളാണ് അമിതവണ്ണമുള്ള ആൾക്കാർ. കൊച്ചു കുട്ടികൾ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 60 കോടി കുട്ടികൾ അമിതവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക. ഇതാണ് ഇന്ന് ഒബേസിറ്റിയുടെ ഏറ്റവും വലിയ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത്. എന്താണ് ഇത്? അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, കാരണം നമുക്ക് അതിനുള്ള സമയം ഇല്ല. ഓൾറെഡി 9:16 ആയി. ഓക്കെ, ചൈൽഡ് ഒബേസിറ്റി വലിയൊരു പ്രശ്നമാണ്. ചൈൽഡ് ഒബേസിറ്റി ലീഡ്സ് ടു പ്രീമച്വർ ഡെത്ത്. 30 വയസ്സിന് താഴെയുള്ള അമിതവണ്ണമായിട്ട് മരണപ്പെട്ട എത്ര പേർക്ക് നിങ്ങൾ അറിയാം? എനിക്ക് ഒരുപാട് പേരെ അറിയാം. എൻ്റെ കൂടെ പഠിച്ച NSS സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച മിസ്റ്റർ അഭിലാഷ്, അവൻ 24ാമത്തെ വയസ്സിലാണ് മരിച്ചത്. 2004-2005 കാലഘട്ടത്തിൽ 24ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ട ഒബേസിറ്റിയാണ്. എൻ്റെ ചേച്ചിയുടെ കൂടെ പഠിച്ച വേറൊരു വ്യക്തി കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലം മരണപ്പെട്ട ഒബേസിറ്റിയാണ്. ഈസ് 46 റണ്ണിങ് 47. നിങ്ങളെ നാട്ടിൽ ആലോചിച്ച് നോക്കുക, ഇഷ്ടംപോലെ ഇതേപോലത്തെ ഒബേസിറ്റി. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, തമാശയ്ക്ക് പറയും, സ്കൂളിലൊക്കെ കുട്ടികൾ നടന്നിട്ടാ പോവാം. ഇപ്പൊ സ്കൂളിലെ കുട്ടികൾ ഉരുണ്ടിട്ടാ പോവാറെന്നാ പറയാ. ഉരുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ഗ്ലോബ് പോലത്തെ അയക്കുന്നു. തമാശയൊക്കെ പറയുന്നെങ്കിലും അതൊരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. കാരണം ആക്ടിവിറ്റീസ് ഇല്ല എന്നുള്ളതാണ്. കുട്ടികളിൽ ചൈൽഡ് ഒബേസിറ്റി ഉണ്ടെങ്കിൽ പ്രീമച്വർ ഡെത്ത് ഉണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയാ, മരണം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ഏത് സമയത്തും, പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും വേണ്ട. ഡിസബിലിറ്റി ഇൻ അഡൾട്ട്ഹുഡ്, വലുതായി പ്രായം ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും പല കാര്യങ്ങളും വൈകല്യത, ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. മെയിൻ പ്രശ്നം ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൂടുതൽ അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും ഈ പറയുന്ന ഒബേസിറ്റി ഉള്ള ആൾക്കാർ. ഈ പറയുന്ന സ്ലീപ്പ് അപ്നിയ എന്നൊക്കെ പറയും, കൂർക്കം വലിയൊക്കെ കേട്ടിട്ടില്ലേ? ഈ കൂർക്കം വലിയുള്ള ആൾക്കാർ, ഈ കൊടവയറുള്ള ആൾക്കാരൊക്കെയാണ് അമിതമായിട്ട് രാത്രി കൂർക്കം വലിക്കുന്നത്. സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ മരണപ്പെടാൻ നമ്പർ 1 കാരണം ഒബേസിറ്റിയാണ്. എന്റെ അച്ഛന് ഒരു 2018 ഒരു അപ്നിയ ടെസ്റ്റ് നടത്തിയിരുന്നു. 3500 രൂപ എങ്ങാണ്ടാണ്. രാത്രി മുഴുവൻ ഒരു മെഷീൻ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട്, ECG പോലത്തെ ഒരു സാധനമാണ്, അവിടെയൊക്കെ ഒരു മെഷീനൊക്കെ വെക്കണം. എന്നിട്ട് അതിലൊരു മീറ്റർ ഉണ്ടാവും. മീറ്ററിൽ നമ്മൾ 8 മണിക്കൂർ 9 മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് ഏതൊക്കെ സമയത്ത് നമ്മൾ ഓക്സിജൻ എടുത്തു, എത്ര ഓക്സിജൻ നമ്മുടെ ശരീരത്തിന് കിട്ടി. അതിൽ പറഞ്ഞത് 1.25 മണിക്കൂർ എൻ്റെ അച്ഛൻ ഓക്സിജൻ എടുത്തില്ല എന്ന് പറഞ്ഞാൽ 1.25 മണിക്കൂർ മൂപ്പർ ഹാർട്ടിലേക്ക് ഓക്സിജൻ കിട്ടിയില്ല എന്നർത്ഥം. ഇതുകൊണ്ടാണ് ആൾ മരണപ്പെടുന്നത്. ഇതിനെയാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. വെരി 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 ഉറക്കത്തിൽ മരണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ പലപ്പോഴും ഇപ്പൊ ട്രെയിനിലൊക്കെ യാത്ര, ഇന്നലെ രാത്രി ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിനിൽ വരുന്ന സമയത്ത് നേരെ മുന്നിൽ കടന്ന ഒരാള് സ്കൂട്ടർ റേസിലാണ് വന്നത്. നേരെ മുന്നിൽ ഇരിക്കുന്ന വലിക്കാൻ തുടങ്ങിയേ. കുറച്ചേരം കഴിയുമ്പോൾ ശ്വാസം ഒന്നും വിടുന്ന കാണുന്നില്ല, സൗണ്ട് കേൾക്കുന്നില്ല. ഞാൻ അടുത്തേക്ക് പോയി നോക്കി, ആളെങ്ങാണ്ട് വടിയായി പോയത്. ശ്വാസം വിടുന്നില്ല. കാരണം എൻ്റെ അച്ഛൻ 1.25 മണിക്കൂർ, രാത്രി 8 മണിക്കൂർ കിടന്നുറങ്ങിയ സമയത്ത് 1.25 മണിക്കൂർ ശ്വാസം എടുക്കാൻ മറന്നുപോയി. ഉറങ്ങുന്ന സമയത്ത്, നമ്മൾ അബോധാവസ്ഥയിൽ ഉറങ്ങുന്ന സമയത്ത് ശ്വാസം എടുക്കാൻ ഇത് നമ്മൾ തമാശയ്ക്ക് പറയുമെങ്കിലും ഇത് വലിയൊരു പ്രശ്നമാണ്. ഒബേസിറ്റിയാണ് ഇതിന് പ്രധാന കാരണം. കൊടവയറാണ് ഇതിന് പ്രധാന കാരണം. ഇത് 3 ഡിസീസിലേക്ക് എത്തിക്കും. നമ്പർ 1 ഡയബറ്റീസ്, നമ്പർ 2 കാർഡിയാക് പ്രോബ്ലം, നമ്പർ 3 ബ്ലഡ് പ്രഷർ. ഇത് 3 റെഡിയാണ് ഒബേസിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് അടുത്ത് തന്നെ നിങ്ങൾക്ക് പിടിപെടാൻ സാധ്യത കൂടുതലുള്ള സംഗതിയാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലും കൂടുതൽ പോകുന്നില്ല. എന്തൊക്കെ പ്രശ്നം കൊണ്ട് ഒബേസിറ്റി വരാം? പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, PCOD എന്ന് പറയും. നമുക്കറിയാം ഓവറീസിൽ ഉണ്ടാവുന്ന സിസ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, കോർട്ടിസോൾ ലെവൽ കൂടിക്കഴിഞ്ഞാൽ കുഷൻ സിൻഡ്രോം, കോർട്ടിസോൾ ലെവൽ ഹൈ ആയി കഴിഞ്ഞാൽ കുഷൻ സിൻഡ്രോം, അതിൽ ദാറ്റ് ലീഡ്സ് ടു ഒബേസിറ്റി. ഹൈപ്പോതൈറോയിഡിസം, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇതിനെ പറ്റിയിട്ട് കംപ്ലീറ്റ്. ഹൈപ്പോതൈറോയിഡിസം ലീഡ്സ് ടു ഒബേസിറ്റി.
ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഒബേസിറ്റി ഉണ്ടെങ്കിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, തേയ്മാന സംബന്ധമായ അസുഖങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ജനറ്റിക്സ് എത്രയറിയോ ഒബേസിറ്റി പറയുന്നത്? പല ആൾക്കാരും പറയാറുണ്ട് പാരമ്പര്യം വെറുതെ പാരമ്പര്യത്തെ കുറ്റം പറഞ്ഞു നടക്കും. അമിത വണ്ണമുള്ള ആൾക്കാർ അച്ഛനമ്മയും ഭയങ്കര വണ്ണ, അതിന് നിങ്ങൾ വണ്ണമാവണം നിർബന്ധമൊന്നുമില്ല, ശരിയല്ലേ? പാരമ്പര്യം നോട്ട് മോർ ദാൻ 25%, 25% കൂടുതൽ ഒബേസിറ്റി വരാൻ സാധ്യത ഇല്ല എന്നാ പറയുന്നത്. ബാക്കി 75% എന്റെയും നിങ്ങളുടെയും കയ്യിലിരിപ്പ് കൊണ്ടാണ്, മടി. പിന്നെ ഭക്ഷണം കാണുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ തെറ്റിപ്പോവുക. അതൊക്കെയാണ് ഇതിന് പ്രധാന കാരണം. എൻവയോൺമെന്റ് ഒരു പ്രശ്നമാണ്, കമ്മ്യൂണിറ്റി ഒരു പ്രശ്നമാണ്, കൾച്ചർ ഒരു പ്രോബ്ലമാണ്, ഡിപ്രഷനിൽ കൂടുതലുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പല ആൾക്കാർക്കും ഈ പുകവലി നിർത്തുന്ന ആൾക്കാർ അവര് എന്താ പറയാ, നമ്മളെ ചൂയിങ്ങൊക്കെ വാങ്ങി കഴിക്കുന്ന ആൾക്കാരുണ്ട്. പുകവലി നിർത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ചാൽ വിശപ്പ് അമിതമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. ദാറ്റ് മേ ലീഡ് ടു ഒബേസിറ്റി. സ്റ്റെറോയിഡുകൾ, പെയിൻ കില്ലേഴ്സുകൾ അങ്ങനെ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ, ബർത്ത് കൺട്രോൾ പിൽസ് കഴിക്കുന്ന ആൾക്കാർക്കെല്ലാം അവർക്ക് ഉണ്ടാവാറുണ്ട്. ഒബേസിറ്റി ആദ്യം ലീഡ് ചെയ്യുന്നത് പുവർ LFT ആണ്, ഫാറ്റി ലിവറിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെയാണ് ഒബേസിറ്റിന്റെ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു കൺസേൺ. ഞാൻ ചെറുപ്പം തൊട്ടേ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ് BMI. എന്താ ഈ സാധനം? ഇന്ന് BMI ഇല്ല, എഴുതിയെടുക്കണ്ട. BMI എഴുതിയെടുത്തിന്റെ വെട്ടിക്കാൾ. ഇന്ന് BMI എന്ന് പറഞ്ഞ സംഗതി ഇല്ല. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. എന്റെ ബോഡി മാസ് ഇൻഡെക്സ് 24.7 ആണ്. എന്റെ ബോഡി മാസ് ഇൻഡെക്സ് 24.7 ആണ്. എന്റെ ഫാറ്റ് മാസ് 22% ആണ്. 20% പാടുള്ളൂ, 2% കൂടുതലാണ് എന്റെ ഫാറ്റ് മാസ്. ഞാൻ നമ്മുടെ വെസലിം ടീ ഉപയോഗിക്കുന്നുണ്ട് എന്റെ ഫാറ്റ് കുറയ്ക്കാനായിട്ട്. ആലോചിച്ച് നോക്കുക. അപ്പം എന്റെ BMI 24.7 ആണെങ്കിൽ 24.9 വരെയേ പാടുള്ളൂ. ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ നമ്മൾ വെയിറ്റ് എടുക്കുക. എന്റെ വെയിറ്റ് 72.8 ആയി. ഇപ്പം 72.8 ഡിവൈഡഡ് ബൈ 1.72 into 1.72. ഹൈറ്റിനെ സ്ക്വയർ ചെയ്യുക, വെയിറ്റിനെ ഡിവൈഡ് ചെയ്യുക. അതാണ് BMI കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇന്ന് BMI കാൽക്കുലേഷൻ ഇല്ല. ഈ BMI കണ്ടുപിടിച്ച ആരാന്നറിയോ? ഒരു ട്രെയിനർ അല്ല, ഒരു ഡോക്ടർ അല്ല, ഒരു ന്യൂട്രീഷനിസ്റ്റ് അല്ല, ഒരു ഡയറ്റീഷ്യൻ അല്ല, ഒന്നുമല്ല. അവർ കണ്ടുപിടിച്ചത് മാത്തമാറ്റീഷ്യൻ ആണ്, കണക്കുപിള്ളയാണ് BMI കണ്ടുപിടിച്ചത്. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്റെ BMI 24.7 ആണെങ്കിൽ ഞാനൊരു 1 കിലോയും കൂടെ കൂടിയാൽ ഞാൻ ഒബേസ് ആണോ? ആലോചിച്ച് നോക്ക്. എന്റെ BA അടുത്ത കാലത്തോട് ചോദിച്ചു, ഈ അടുത്ത കാലം കണ്ട ആൾക്കാരോട് ചോദിച്ചു നോക്ക്, ആം ഐ ഒബേസ്? ഞാൻ അമിത വണ്ണമുള്ള ആളാണോ ഞാൻ 1 കിലോ വെയിറ്റ് കൂടിയാൽ? നോ. സോ BMI ഹാസ് ഗോട്ട് നത്തിങ് ടു റിലേറ്റഡ് വിത്ത് ഒബേസിറ്റി. എന്താണ് അടുത്ത നോക്കേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു സംഗതി 3 എണ്ണമാണ്. നമ്പർ 1, വേസ്റ്റ് ഹിപ്പ് റേഷ്യോ. നമ്മളെ അരയും നമ്മളെ ഹിപ്പും. അത് പുരുഷന്മാർക്കാണെങ്കിൽ വേസ്റ്റ് ഡിവൈഡഡ് ബൈ ഹിപ്പ്, പുരുഷന്മാർക്കാണെങ്കിൽ 0.9 കൂടാൻ പാടില്ല. അപ്പൊ നിങ്ങളെ വേസ്റ്റ് ചിലപ്പോൾ 35 ആവാം, നിങ്ങളെ ഹിപ്പ് 37 ആവാം, അല്ലെങ്കിൽ 38 ആവാം, അല്ലെങ്കിൽ 35 ആവാം, അല്ലെങ്കിൽ വേസ്റ്റിനേക്കാൾ ഹിപ്പ് കുറവാവാം, പറയാൻ പറ്റില്ല. അത് 0.9 കൂടാൻ പാടില്ല. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ 0.8 കൂടാൻ പാടില്ല. സ്ത്രീകൾക്ക് വേസ്റ്റ് ഡിവൈഡഡ് ബൈ ഹിപ്പ് 0.8 കൂടാൻ പാടില്ല. ഈ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ കൂടിയാൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള അസുഖം ഏതാണെന്ന് അറിയാവോ? നമ്പർ 1, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ടൈപ്പ് 2 ഡയബറ്റീസ് ആൻഡ് ബ്ലഡ് പ്രഷർ. ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ കൂടുന്ന വ്യക്തിയെ സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ. സെക്കൻഡ് ഞാൻ പറയേണ്ടത് വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അടിവരയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ബോഡി ഫാറ്റ്. ബോഡി ഫാറ്റ് പുരുഷന്മാർക്കാണെങ്കിൽ 20% കൂടാൻ പാടില്ല. എന്തിന്റെ 20%? ടോട്ടൽ ബോഡി വെയിറ്റിന്റെ. എന്റേത് 72.8 ആണ്. അതിന്റെ 20% കൂടാൻ പാടില്ല. നോട്ട് മോർ ദാൻ 15 കിലോയിൽ കൂടാൻ പാടില്ല എന്റെ ബോഡി ഫാറ്റ്. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ 25% വരെ ആവാം. 25% കൂടാൻ പാടില്ല. ഞാൻ ബെറ്റ് ചെയ്യുന്നു ഈ സ്ക്രീനിലിരിക്കുന്ന 99.98% ആൾക്കാർ, ഇപ്പൊ എത്ര പേരാ ഉള്ളത്? 331 പേരുണ്ട്. ഇതില് 320 പേരും നിങ്ങൾ ബോഡി ഫാറ്റ് കൂടുതലായിരിക്കും. എന്റെ ബോഡി ഫാറ്റ് 2% കൂടുതലാണ്. ഞാൻ കമ്പയർ ചെയ്യല്ല, ബോഡി ഫാറ്റ് കൂടുതലായിരിക്കും.
നോ ഡൗട്ട്. ബോഡി ഫാറ്റ് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം ഗ്ലൂക്കോസ് ഇൻടോളറൻസ്. ഗ്ലൂക്കോസ് മടുക്കും. എന്തിനോട്? കോശങ്ങളോടുള്ള റെസ്പോൺസ് മടുക്കും. ഗ്ലൂക്കോസ് ഇൻടോളറൻസ് എതിലേക്ക് എത്തിക്കും? ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയും. നിങ്ങളെ കോശങ്ങൾ ഇൻസുലിനോടുള്ള റെസ്പോൺസ് കുറയും. കോശങ്ങൾ ഇൻസുലിനോട് റെസ്പോൺസ് കുറഞ്ഞാൽ അടുത്ത സ്റ്റേജ് എത്തുന്നത് ഇൻസുലിൻ ബോഡി കൂട്ടേണ്ടി വരും. ബോഡി ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടും. കാരണം എന്താ? ഇൻസുലിൻ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? പാൻക്രിയാസ് ഓട്ടോമാറ്റിക് ആയിട്ട് വീണ്ടും ഇൻസുലിൻ കൂടും. അപ്പൊ എന്ത് സംഭവിക്കും? ഇൻസുലിൻ റെസിസ്റ്റന്റിലേക്ക് എത്തും. ഇൻസുലിന് കോശങ്ങളോടുള്ള റെസ്പോൺസ് കുറയും. തീരെ ഉണ്ടാവില്ല. സംഭവിക്കുക എന്താ? പാൻക്രിയാസ് ഇതൊന്നും അറിയുന്നില്ല. പാവം മൂപ്പർ ഇങ്ങനെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. സംഭവിക്കുക എന്താ വെച്ചാല് നിങ്ങളെ ഫാസ്റ്റിംഗിൽ ഇൻസുലിൻ, എന്നും ഞാൻ പറയുന്നു, കൈകൂപ്പി ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും അപേക്ഷിക്കുന്നു, നാളെ രാവിലെ എങ്കിലും പോയിട്ട് ഒന്ന് ആ ഫാസ്റ്റിങ്ങിന് ഇൻസുലിൻ ഒന്ന് എടുക്ക് സുഹൃത്തെ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ല, ഫാസ്റ്റിംഗിൽ ഇൻസുലിൻ ഒന്ന് പോയി എടുക്കും. എന്താ വരണ്ടു പോയി ഫാസ്റ്റിംഗ് ഇൻസുലിൻ പറഞ്ഞ് ഒന്ന് പോയിട്ട് നാളെ പോയിട്ട് എടുക്കും പ്ലീസ്. എനിക്ക് വേണ്ടിയെങ്കിലും പോയി എടുക്കും. ഒരു 550 രൂപ പോയാ പോട്ടെ. ഓക്കെ. സോ ഈ ബോഡി ഫാറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ഇൻടോളറൻസ്, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, ഇൻസുലിൻ റെസിസ്റ്റൻസ്, പ്രീ ഡയബറ്റീസ് ആൻഡ് ഡയബറ്റീസ്. ഇതാണ് ഡയബറ്റീസിന്റെ ട്രീ. ഓക്കെ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിട്ട് ഫസ്റ്റ് BMI അല്ല, ഫസ്റ്റ് വേസ്റ്റ് ഹീറ്റ് റേഷ്യോ, സെക്കൻഡ് ബോഡി ഫാറ്റ്, തേർഡ് സ്കെലിറ്റൽ മസിൽസ്. സ്കെലിറ്റൽ മസിൽസ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് 50% കൂടാൻ പാടില്ല. അതായത് ബോഡി മാസും മസിൽ ഫാറ്റും അതേപോലെ തന്നെ നമ്മുടെ ബോൺ വെയിറ്റും ഇത് 50% കൂടാൻ പാടില്ല. 50% കൂടാൻ പാടില്ല എന്നല്ല, 50% എങ്കിലും വേണം. 50% എങ്കിലും വേണം. സ്ത്രീകൾക്കാണെങ്കിൽ 40% എങ്കിലും എന്ത് വേണം? സ്കെലിറ്റൽ മസിൽസ്. സ്കെലിറ്റൽ മസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ബോൺ വെയിറ്റും മസിൽ മാസും. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് നടത്തം ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന എക്സസൈസ്. ഞാൻ നടക്കണ്ട എന്ന് ആരോടും പറയുന്നില്ല, പക്ഷെ അമിതമായിട്ട് നടക്കുന്നത് ശരീരത്തിന് ഒരിക്കലും നല്ലതല്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ വെറും നടത്തം മാത്രം, വെറും നടത്തം. എന്നോട് എൻ്റെ ട്രെയിനർ 13-14 മിനിറ്റിൽ കൂടുതൽ കാർഡിയോ വർക്കൗട്ട് ചെയ്യാൻ സമ്മതിക്കാറില്ല. കാരണം ഈ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് എല്ലാം വർക്കൗട്ടിന് ശേഷം ലാസ്റ്റ് ആണ് നമ്മൾ കാർഡിയോ വർക്കൗട്ട് ചെയ്യാറ്. ഐദർ സൈക്ലിംഗ് ആണെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ ചെയ്യും. കാരണം നമ്മൾ ലോവർ വേസ്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് സൈക്ലിംഗ്. പവർ സൈക്ലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മറ്റേ സ്ട്രെച്ചിങ് അതെല്ലാം നന്നായിട്ട് ചെയ്യാറ്. പക്ഷെ നടത്തം, ഇൻക്ലൈൻ വാക്ക്, ജോഗിങ്, വാക്ക് ജോഗ്, റണ്ണൊക്കെ 12 മിനിറ്റിൽ കൂടുതൽ ചെയ്യിക്കാറില്ല. കാരണം എന്താ അറിയോ? അമിതമായിട്ട് നിങ്ങൾ നടത്തം മാത്രമാണ് നിങ്ങളെങ്കിൽ സംഭവിക്കുക. നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഫാറ്റ് കുറയോ? തീർച്ചയായിട്ടും നിങ്ങളെ ഫാറ്റ് കുറയും. നടന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും കൂടെ കുറയും. എന്താ അറിയോ? മസിൽ ലോസും കൂടെ ഉണ്ടാവും. സോ വാക്കിംഗ് അലോൺ ഈസ് നോട്ട് ഗുഡ്. അതിന്റെ കൂടെ തന്നെ ലിറ്റിൽ ബിറ്റ് ഓഫ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് മസ്കുലർ എക്സസൈസ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റും. എന്നിട്ടൊരു 15 മിനിറ്റ് കൂടെ നടന്നു നോക്ക്, ഏറ്റവും ബെസ്റ്റ്. എന്തിനാ മസിൽ എക്സസൈസ് കൂടുതൽ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മസിൽസിനാണ് ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസിനെ കത്തിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് മസിൽസ് ആർ ദ ലാർജസ്റ്റ് മെറ്റബോളിക് ഓർഗൻ ഇൻ അവർ ബോഡി. ഈ അമിത വണ്ണമുള്ള ആൾക്കാർക്ക് ഫാറ്റിന് പകരം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനം, മസിൽസിന് പകരം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനം ഫാറ്റ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് മസിൽസ് ഫാറ്റ് ഈസ് ബീങ് സ്റ്റോർഡ്. എന്തായാലും ഫാറ്റ് കുറയ്ക്കണം. വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫാറ്റ് കുറയും, നിങ്ങളെ ബോഡി ഷേപ്പ് നോർമൽ ആക്കി എടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളെ മസിൽ മാസും കൂടെ കൂട്ടേണ്ടത് ആവശ്യമാണ്. കാരണം മസിൽസ് ആണ് നമ്മൾ ഏറ്റവും വലിയ ലോഞ്ചിവിറ്റി എന്ന് പറയും. ദീർഘകാലം ആയുസ് ആരോഗ്യത്തോടു കൂടെ കഴിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഏക ഓർഗൻ ഹാർട്ടും ബ്രെയിനും ലങ്സും ലിവറും കിഡ്നിയും ഒന്നുമല്ല സുഹൃത്തെ. നിങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റാവുന്ന ഏക ഓർഗൻ, ദ ഓൺലി ഓർഗൻ യു ക്യാൻ ഇൻഫ്ലുവൻസ് ഇൻ യുവർ ബോഡി ഈസ് മസിൽസ്. വേറൊന്നുമല്ല. ഓക്കെ. സോ എന്താണ് മസിൽസ്? എന്താണ് മസിൽസിന്റെ റോൾ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് മസിൽസ് ഉണ്ട്. വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ് എന്ന് പറയും, ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂസ് എന്ന് പറയും, വാറ്റ് ആൻഡ് ബാറ്റ് എന്ന് പറയും. അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതൊരു എൻഡോക്രൈൻ ഓർഗൻ ആണ്, ഇതൊരു എക്സോക്രൈൻ ഓർഗനും കൂടിയാണ്. എൻഡോക്രൈൻ ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് എൻഡോക്രൈൻ ഓർഗൻ? ഹോർമോണിനെ റിലീസ് ചെയ്യുന്ന ഓർഗനാണ് എൻഡോക്രൈൻ ഓർഗൻ എന്ന് പറയുന്നത്. ഓക്കെ.
നമുക്ക് 2 ടൈപ്പ് ഓഫ് മസിൽസ് ഉണ്ട്, 2 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. അഡിപ്പോസ് ടിഷ്യൂസ് എന്ന് പറയും. എന്താണ് അഡിപ്പോസ് ടിഷ്യൂസ്? ADIPOSE, അഡിപ്പോസ് ടിഷ്യൂസ് എന്ന് പറയും. ഈ അഡിപ്പോസ് ടിഷ്യൂസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ്, വാറ്റ് എന്ന് പറയും. ഒന്ന് ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂസ്, ബാറ്റ് എന്ന് പറയും. വൈറ്റ് ആൻഡ് ബ്രൗൺ. ഈ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂസ് ന്യൂ ബോൺ ബേബീസിനാണ് ഉണ്ടാവാറ്. ന്യൂ ബോൺ ബേബീസിനാണ് ഏറ്റവും കൂടുതൽ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂസ് ഉണ്ടാവാറ്. പിന്നെ ഈ മുലപ്പാൽ കൂടിയൊക്കെ മാറി മെല്ലെ മെല്ലെ 4 മാസം 5 മാസമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ മെല്ലെ മെല്ലെ ഈ കാർബോഹൈഡ്രേറ്റ് വൈറ്റ് ഗ്രെയിൻസ് കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂസിന്റെ അളവ് കുറഞ്ഞു വരും, വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസിന്റെ എണ്ണം കൂടി വരും. പറയപ്പെടുന്നത് ഒരു 3 വയസ്സ് പ്രായമായ കുട്ടി, 3 വയസ്സ് പ്രായമായ കുട്ടിയുടെ ശരീരത്തിൽ 50% ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂസും 50% വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ് ആണ്. ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഈ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂസ് ആണ് മസിൽ കോൺട്രാക്ഷന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഒരു കുട്ടി ജനിക്കുന്നത് 6 പാക്കോട് കൂടിയാണ്. ഒരു കുട്ടി പ്രസവിച്ച കുട്ടിക്ക് ബൈസെപ്സും ട്രൈസെപ്സും ചെസ്റ്റും ബാക്കും എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. ദൈവം ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള നല്ല അടിപൊളി വെട്ടിപ്പായ ശരീരത്തോടുകൂടിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മളെല്ലാവരും പറഞ്ഞയച്ചത്. പിന്നെ ഈ പറയുന്ന ഈ വൈറ്റ് ഗ്രെയിൻസ്, ഈ ധാന്യാഹാരങ്ങൾ, വെളുത്ത ധാന്യാഹാരങ്ങൾ കൂടുതൽ കഴിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂസിന്റെ എണ്ണം കുറഞ്ഞു തുടങ്ങി. അതിന് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസിന്റെ എണ്ണം കൂടി തുടങ്ങി. ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ് എന്ന് പറയുന്നത് ഫാറ്റിന്, കൊഴുപ്പിനെ കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിവുള്ള ഒരു സാധനമാണ് വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ്. വെരി വെരി ഡേഞ്ചറസ് ആണ് ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ്. നമ്മൾ കാണുന്ന ഫാറ്റ് മുഴുവനും വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ് ആണ്. ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസിന്റെ അളവ് കൂടി വരുന്ന സമയത്ത് ശരീരം ഒരു 4 ടൈപ്പ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. 4 ടൈപ്പ് ഹോർമോൺ. കാരണം ഈ ഹോർമോണുമായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഡയറക്റ്റ് കണക്റ്റഡ് ഉള്ളതാണ്. എങ്ങനെയാണ് നമ്മളെ വെസലിയം പ്രോഡക്റ്റ് നമുക്ക് വർക്ക് ചെയ്യുന്നതും കൂടെ മനസ്സിലാക്കണം. വെറുതെ തടി കുറയ്ക്കാനാണെന്ന് പറഞ്ഞ് ഇനി ഒരാളോട് പറയരുത്. അതൊരു മിസ്ലീഡിങ് ഓഫ് സെയിൽ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഇത് തടി കുറയ്ക്കാൻ വേണ്ടി പൊടി കഴിച്ചോളി, തടി കുറയ്ക്കാൻ വേണ്ടി ഗുളിക കഴിച്ചോളി, തടി കുറയ്ക്കാൻ വേണ്ടി കാപ്പി കുടിച്ചോളി എന്ന് പറയുന്നത് കൊടുക്കുന്നതിനേക്കാൾ ഞാൻ പറയും നമ്മൾ ഒന്നുകൂടെ പഠിച്ച് മനസ്സിലാക്കി കൊടുത്താൽ നന്നായിരിക്കൂലേ സുഹൃത്തെ? ശരിയല്ലേ? അല്ലേ? അപ്പൊ നമ്മൾ ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം 4 ടൈപ്പ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഹോർമോൺ അഡിപ്പോകൈൻസ് എന്ന് പറയും. ADIPOKINES, അഡിപ്പോകൈൻസ്. ഈ അഡിപ്പോകൈൻസ് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഏറ്റവും നല്ല ഹോർമോൺ ആണ് അഡിപ്പോകൈൻസ്. അഡിപ്പോസ് ടിഷ്യൂസ്, വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തി ഇത് മാത്രമേ ഉള്ളൂ. ഇത് എനർജി മെറ്റബോളിസത്തെ സഹായിക്കും. നമ്മളെ ഊർജോൽപാദനത്തിന് ഏറ്റവും നല്ലതാണ്. ഇതിന്റെ ഏറ്റവും വലിയ മോശവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പറ്റൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വലിയ ഡേഞ്ചറാണ്. അപ്പറ്റൈറ്റ് ഉണ്ടാക്കിക്കൊണ്ട് സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ മുന്നേ ആഹാരം കഴിച്ചിട്ടുണ്ടാവും, വീണ്ടും വിശക്കാൻ തുടങ്ങും. അത് വലിയൊരു പ്രശ്നമാണ്. ഡോപ്പമൈൻ സെക്രീഷൻ കൂടി തുടങ്ങും. സെറട്ടോണിനെ സപ്രസ് ചെയ്യാൻ ശരീരത്തിന് അറിയില്ല. ഈ ഡോപ്പമൈൻ സെക്രീഷൻ കുറയ്ക്കാനും സെറട്ടോണിനെ സപ്രസ് ചെയ്യാനുള്ള സാധനമാണ് ഏത്? നമ്മുടെ വെസ്ലിം ക്യാപ്സ്യൂൾ. ഓക്കെ, പ്രൊഡക്റ്റിലേക്ക് കിടക്കുമ്പോൾ ഞാൻ പറയാം. നെക്സ്റ്റ്, ലെപ്റ്റിൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട് ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ്. ലെപ്റ്റിൻ, LEPTIN. ഈ ലെപ്റ്റിൻ, ദിസ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടുവേർഡ്സ് ഹൈപ്പോതലാമസ്. നമ്മളെ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ഹൈപ്പോതലാമസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ മൂഡ്, നമ്മുടെ ബിഹേവിയർ, അതേപോലെ തന്നെ നമ്മളെ വിശപ്പ്, നമ്മളെ അപ്പറ്റൈറ്റിനെല്ലാം കൺട്രോൾ ചെയ്യുന്നു. പ്രധാനമായിട്ടും അപ്പറ്റൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഇതെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈപ്പോതലാമസിന് ഈ സാധനം കൺട്രോൾസ് ഫുഡ് ഇൻടേക്ക് ആൻഡ് എക്സ്പെൻഡിച്ചർ. അതായത് ഈ ലെപ്റ്റിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, ലെപ്റ്റിൻ എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അമിതമായിട്ടുള്ള വിശപ്പിൽ നമ്മളിങ്ങനെ ടേബിളിൽ കാണുന്ന ചിക്കനും പൊറാട്ടയും അടിച്ച് കയറ്റുകയാണ്.
അമിതമായിട്ടുള്ള വിശപ്പ് വരുന്ന സമയത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡി 60% ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൊമക്ക് 60% ഫില്ലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടും ഈ സാധനം ഈ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യും. ആർക്ക്? നമ്മളെ ഈ ഇൻറ്റസ്റ്റൈൻ റിലീസ് ചെയ്യും, പറയും നേരെ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ പോകും, മോനെ നിർത്ത് 60% ആയി എന്നുള്ളത്. പക്ഷെ നമ്മുടെ വിശപ്പ് അവിടെ അടങ്ങിയിട്ടില്ല. ഈ ചിക്കനും പൊറോട്ടയും കാണുന്ന സമയത്ത് നമ്മൾ ഒരു പീസ് കൂടെ ചിക്കൻ, ഒരു പൊറോട്ടയും കൂടെ, ചിക്കൻ തീർക്കാനായിട്ട് പൊറോട്ട തീർക്കാനായിട്ട് ചിക്കൻ, രണ്ടും കൂടെ തീർക്കാനായിട്ട് വേറെ ഒന്നുകൂടെ പോന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ കേസ് ഉണ്ടല്ലോ. ഈ എന്ത് സാധനം, ഈ ലെപ്റ്റിൻ എന്ന് പറയുന്ന സാധനം ഉണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിനൊന്നും കൂട്ടാക്കൂല. ലെപ്റ്റിൻ എന്ന സാധനം, ലെപ്റ്റിൻ മതി നിർത്ത് മോനെ, മതി നിർത്ത് മോളെ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിർത്തുക. വെറുതെ മത്സരത്തിന് നിൽക്കണ്ട. 3 ചപ്പാത്തി കഴിച്ച വിശപ്പ് അടങ്ങിയില്ല, പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ 60% നിങ്ങളെ സ്റ്റൊമക്ക് ഫില്ലായെങ്കിൽ ഇനഫ് ഈസ് ഇനഫ്, സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ. തേർഡ്, അഡിപ്പോപെക്റ്റിൻ എന്ന് പറയും. തേർഡ് ഹോർമോൺ അഡിപ്പോപെക്റ്റിൻ, ADIPOPECTIN. ഈ അഡിപ്പോപെക്റ്റിൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വെരി 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 ഡേഞ്ചറസ് സാധനമാണ്. നമ്മളെ ശരീരത്തിൽ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ് കൂടിക്കഴിഞ്ഞാൽ ഈ അഡിപ്പോപെക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ റിലീസ് ചെയ്യാൻ തുടങ്ങും. ഈ അഡിപ്പോപെക്റ്റിൻ LDL കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും രക്തത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. വെരി വെരി ആശാൻ മഹാതല്ലിപ്പൊളിയാണ്. ശരീരത്തിൽ LDL കൊളസ്ട്രോൾ, മോശപ്പെട്ട കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവ് കൂടാൻ സഹായിക്കുന്ന എന്ന് പറയാൻ പറ്റില്ല, കൂട്ടുന്ന ഒരു സാധനമാണ്, ഒരു വില്ലനാണ് അഡിപ്പോപെക്റ്റിൻ. ലാസ്റ്റ് റെസിസ്റ്റിൻ എന്ന് പറയും, RESISTIN. റെസിസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഗ്ലൂക്കോസ് ടോളറൻസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ സെൻസിറ്റിവിറ്റിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ല, സോറി, ഗ്ലൂക്കോസ് ടോളറൻസും ഇൻസുലിൻ സെൻസിറ്റിവിറ്റിക്കും ഏറ്റവും നല്ലതാണ്. ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന, നമ്മുടെ ശരീരത്തിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഗ്ലൂക്കോസ് കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടിക്കഴിഞ്ഞാൽ ഈ സാധനം റിലീസ് ചെയ്യും. ഇത് റെസിസ്റ്റൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ ശരീരത്തിന് ഗ്ലൂക്കോസിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അത് ടു ഡേഞ്ചറസ് ആണ്. അത് പ്രീ ഡയബറ്റീസിലേക്ക് എത്തും, ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് എത്തും. ലേറ്റർ ഓൺ അത് നമുക്ക് എന്താ പറയുക, ഡയബറ്റീസിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതാണ് നമ്മളെ ശരീരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. ഈ 4 ഹോർമോണാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരം. എന്താണ് നമ്മളെ പ്രൊഡക്റ്റിന്റെ റോൾ? നമുക്കൊരു 5 minutes കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. മാക്സിമം പോയ 5 to 10 minutes. ഓക്കെ. എന്താണ് നമ്മളെ പ്രൊഡക്റ്റിന്റെ റോൾ? നമുക്ക് 3 പ്രൊഡക്റ്റ് ഉണ്ട്, 3 അല്ല 4 പ്രൊഡക്റ്റ് ഉണ്ട്. ഒന്ന് വെസ്ലിം ക്യാപ്സ്യൂൾ ഉണ്ട്, വെസ്ലിം ഷെയ്ക്ക് ഉണ്ട്, വെസ്ലിം ടീ ഉണ്ട്, പിന്നെ എനർജി ഡ്രിങ്ക് മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കശ്മീരി കാവയുടെ ലെമൺ ഫ്ലേവറും സാധാ നോർമൽ ഫ്ലേവറും ഉണ്ട്. നമ്മളെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വെസ്ലിം ക്യാപ്സ്യൂൾ. വാട്ട് ഈസ് ദ റോൾ ഓഫ് വെസ്ലിം ക്യാപ്സ്യൂൾ? വെസ്ലിം ക്യാപ്സ്യൂളിൽ പ്രധാനമായിട്ട് 3 കണ്ടന്റ് ഉള്ളത്, 3 ഇൻഗ്രീഡിയന്റ് ഉള്ളത്. ഒന്നാമത്തെ ഒപ്പുൻഷിയ വൾഗാരിസ് എന്ന് പറയും. വേറൊന്നുമല്ല, കാക്ടസ് പ്ലാന്റ് ആണ്, ഒരു മുൾച്ചെടിയാണ്. വനഭൂമിയിൽ കിട്ടുന്ന, മെക്സിക്കോയിൽ നിന്നും ഡെറിവേറ്റ് ചെയ്ത് എടുക്കുന്ന, മെക്സിക്കോയിലാണ് ഇത് കൂടുതലായിട്ടും ഒപ്പുൻഷിയ വൾഗാരിസ് കാണുന്നത്. നമ്മൾ സാധാരണ കാക്ടസ് അല്ല, ഒരു ടൈപ്പ് കാക്ടസ് പ്ലാന്റ് ആണ്. പ്രിക്കി പിയർ പ്ലാന്റ് എന്ന് പറയും, PRICKY, പ്രിക്കി പിയർ പ്ലാന്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമ്മളെ ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ വെസ്ലിം ക്യാപ്സ്യൂൾ. ഇതിന്റെ ഒപ്പുൻഷിയ വൾഗാരിസ് എന്ന് പറയുന്ന കണ്ടന്റ് നമ്മളെ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. അതേപോലെ നമ്മളെ നേരത്തെ പറഞ്ഞ 2 ഹോർമോൺ ഇല്ലേ, അഡിപ്പോപെക്റ്റിൻ ആൻഡ് റെസിസ്റ്റിൻ. അഡിപ്പോപെക്റ്റിൻ എന്ന് പറഞ്ഞ സാധനം എന്താണ്? അഡിപ്പോപെക്റ്റിൻ ആണ് കൊളസ്ട്രോളിനെ കൂട്ടുന്നത്, നമ്മുടെ ശരീരത്തിന്റെ കൊളസ്ട്രോളിനെ കൂട്ടുന്നത്. അമിതവണ്ണമുള്ള ആൾക്കാരിൽ ഒബേസിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബോഡി ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും കൂട്ടുന്നത് അഡിപ്പോപെക്റ്റിൻ ആണ്. അപ്പൊ നിങ്ങൾ വെസ്ലിം ക്യാപ്സ്യൂൾ കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊളസ്ട്രോൾ ലെവലിനെ വരെ ഒരു പരിധി വരെ ഇത് കുറയ്ക്കാൻ സഹായിക്കും. കാരണം ഈ അഡിപ്പോപെക്റ്റിൻ ഹോർമോണിനെ കൺട്രോൾ ചെയ്യും. അതേപോലെ റെസിസ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺസിനെയും ഈ സാധനം കൺട്രോൾ ചെയ്യും. റെസിസ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇൻസുലിനെ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്. ഇൻസുലിൻ ടോളറൻസ്, ഗ്ലൂക്കോസ് ടോളറൻസിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് ഇത്. ആൻഡ് ഏറ്റവും ഇതിൽ വെസ്ലിം ക്യാപ്സ്യൂളിന്റെ ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള പോയിന്റ്, ഒപ്പുൻഷിയ വൾഗാരിസിന് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പോയിന്റ്,
വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസിന്റെ അളവ് കുറയ്ക്കും. ഇറ്റ് റെഡ്യൂസസ് വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ്. എവിടെയാണെന്നറിയോ? ഈ അഡിപ്പോസ് ടിഷ്യൂ ആദ്യം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? അപ്പൊ ഞാൻ പറഞ്ഞു 2% ഫാറ്റ് ആണ് എനിക്ക് കൂടുതൽ എന്ന് പറഞ്ഞു. 22% എനിക്ക് ബോഡി ഫാറ്റ് ഉള്ളത്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ആദ്യം നമ്മുടെ ശരീരത്തിൽ ആദ്യം ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന എവിടെയാണെന്നറിയോ? 2 ടൈപ്പ് ഫാറ്റ് ഉണ്ട്. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഉണ്ട്, വിസറൽ ഫാറ്റ് ഉണ്ട്. വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് വെരി വെരി ഡേഞ്ചറസ് ആണ്. നമ്മൾ ഓർഗൻസിനെ പുറത്ത് ഫാറ്റ് സ്റ്റോർ ചെയ്യും. ഇതിനെയാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ പുറത്ത് ഫാറ്റ് സ്റ്റോർ ചെയ്താൽ ഹാർട്ടിന് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് നോക്ക് അല്ലേ? നിങ്ങളൊരാൾ വെറുപ്പിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ മൊത്തം കൺഫ്യൂസ്ഡ് ആവും. അതേപോലെ നിങ്ങളൊരു ഓർഗന്റെ പുറത്ത് ഫാറ്റ് കൊണ്ട്, ഓർഗന്റെ പുറത്ത് ഫാറ്റ് ഉണ്ട്, ഓർഗനെ പെർഫറേറ്റ് ചെയ്യുന്നത് ഫാറ്റ് ആണ്. പെർഫറേറ്റ് മീൻസ് ഒരു കുഷൻ കൊടുത്തിരിക്കുന്നത് ഫാറ്റ് ആണ്. പക്ഷെ അത് നമ്മുടെ ശരീരത്തിൽ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഈ ഓർഗനെ പെർഫറേറ്റ് ചെയ്യുന്ന ഫാറ്റിന്റെ അളവ് കൂടി വരും. അതാണ് ഫാറ്റി ലിവർ, നെഫ്രൈറ്റിസ്, എന്താ പറയാ, നമ്മള് കാർഡിയക് മയോപ്പത്തി, കാർഡിയക് ഹൈപ്പർട്രോഫി എന്നൊക്കെ പറയുന്ന സാധനം ഇതാണ്. അപ്പൊ അതിന് വരെ നെഫ്രൈറ്റിസോ ആയിക്കോട്ടെ, ഫാറ്റി ലിവർ ആയിക്കോട്ടെ, കാർഡിയോ മയോപ്പത്തി ആയിക്കോട്ടെ, കാർഡിയക് ഹൈപ്പർട്രോഫി ആയിക്കോട്ടെ, അതിനൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. കാരണം ഇത് വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസിന്റെ അളവ് കുറയ്ക്കും. ഇത് നമ്മുടെ വിസറൽ ഫാറ്റിന്റെ അളവ് കുറയ്ക്കും. വിസറൽ ഫാറ്റിന്റെ അളവ് കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഓർഗൻ നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. സെക്കൻഡ് ഇതിലൊരു കണ്ടന്റ് ഗാർസീനിയ കംബൂജിയ, വേറെ ഒന്നുമല്ല, കൊടംപുളിയാണ്. നാടൻ കൊടംപുളി. കൊടംപുളിക്ക് എന്താ ഏറ്റവും ബെനിഫിറ്റ്? ഇറ്റ് സപ്രസസ് ദ അപ്പറ്റൈറ്റ് ബൈ ഇൻക്രീസിങ് സെറട്ടോണിൻ. സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഇൻക്രീസ് ചെയ്യുന്നത് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പറ്റൈറ്റ് സപ്രസ് ചെയ്യും. അതുകൊണ്ട് അമിതമായിട്ട് വിശപ്പ് തോന്നില്ല. അതുകൊണ്ടാണ് ഈ വെസ്ലിൻ ക്യാപ്സൂൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറയുന്നത്. എന്തുകൊണ്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ട സമയം എപ്പോഴാ? ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ് എന്നാ പറഞ്ഞത്, ശരിയല്ലേ? ഒരു തമ്പുരാനെ പോലെ, ഒരു രാജാവിനെ പോലെ രാവിലെ ഭക്ഷണം കഴിക്കാനാ പറഞ്ഞത്. പിച്ചക്കാരനെ പോലെ രാത്രി ഭക്ഷണം കഴിക്കാൻ. ഇന്ന് തല കുത്തനെയാണ് നമ്മുടെ ഭക്ഷണം. രാവിലെ നമുക്ക് സമയമല്ല, ഉച്ചയ്ക്ക് എവിടെന്നെങ്കിലും ഇതെല്ലാം കൂടെ ആയിട്ട് രാവിലെയോ മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല. നമ്മൾ പറഞ്ഞ ഡയലോഗാ. ഉച്ചയ്ക്ക് അത് ഓട്ടത്തിൽ ഒന്നും വരെ തിന്നാൻ പറ്റില്ല. രാത്രി വേണം ഒന്ന് വിശദമായിട്ട് ഒന്ന് ഇരിക്കാൻ, എന്ത് സാപ്പിടാൻ. അതാണ് നമ്മുടെ സ്ഥിതി. അല്ലാതെ തല കുത്തനെയാണ്. സോ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനത്തെ ഹെൽത്തി ലിവിങ് വെയിറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് സംബന്ധിച്ചിടത്തോളാണ് കേട്ടോ. ഞാൻ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൊതുവെ സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ രാവിലെ കഴിക്കേണ്ട വെസ്ലിൻ ക്യാപ്സ്യൂൾ. രാത്രിയാണ് നല്ല പിടുത്തം പിടിക്കുന്നതെങ്കിൽ രാത്രി കഴിച്ചോ, അതും കഴിക്കാം. വെസ്ലിൻ കമ്പനി അങ്ങനെ പറയുന്നില്ല കേട്ടോ. ഇത് ഞാൻ കൊടുത്തിടത്തോളം റിസൾട്ട് കിട്ടിയ ഒരു കേസ് ഞാൻ പറഞ്ഞത്. പല ആൾക്കാരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഓഫീസിലൊക്കെ പോകാൻ, നമുക്ക് സമയം കിട്ടാറില്ല. വേണ്ട, നിങ്ങൾ രാവിലെ കഴിക്കണ്ട. ഏതായാലും നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ രാവിലെ നിങ്ങൾ കഴിക്കണം. നിങ്ങളുടെ ബോഡി യൂസ്ഡ് ആയി. രാത്രിയാണ് നല്ല പിടുത്തം പിടിക്കുന്നതെങ്കിൽ, രാത്രി നല്ല ഭക്ഷണം കഴിക്കുന്നത്, എപ്പോഴാണ് നല്ല ഭക്ഷണം കഴിക്കുന്നത് അതിന്റെ അരമണിക്കൂർ മുന്നേ 2 വെസ്ലിൻ ക്യാപ്സൂൾ കഴിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇറ്റ് ഇൻക്രീസസ് യുവർ സെറട്ടോണിൻ ലെവൽ സോ ദാറ്റ് ഇറ്റ് സപ്രസസ് യുവർ അപ്പറ്റൈറ്റ്. ഇത് നമ്മളെ ഗാർസീനിയ കംബൂജിയയിൽ ഹൈഡ്രോസിട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫർദർ ആയിട്ടുള്ള കൊഴുപ്പിനെ അടഞ്ഞു കൂട്ടുന്നത് തടയും, ഫാറ്റ് ബിൽഡപ്പിനെ കുറയ്ക്കും. ഇതിന്റെ മൂന്നാമത്തെ വേറെ സവിശേഷത, നമ്മളെ സ്റ്റൊമക്കിൽ എപ്പോഴും ഭക്ഷണം ഉണ്ട് എന്നുള്ളൊരു ഫീല് നമ്മളെ ബ്രെയിനിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഈ ബ്രെയിൻ ഹൈപ്പോതലാമസ് ആണല്ലോ ഈ സാധനം റിലീസ് ചെയ്യുന്നത്, വിശക്കുന്നതും ഭക്ഷണം വേണം, അപ്പറ്റൈറ്റ് ഒക്കെ ഫോം ചെയ്യുന്നത് ഹൈപ്പോതലാമസിനാണ്. അപ്പൊ ഈ പറയുന്ന ഈ സാധനം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോതലാമസിനെ എപ്പോഴും പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഹൈപ്പോതലാമസിനെ നമുക്ക് പറ്റിക്കാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം എന്താ? വിശപ്പുണ്ടാവില്ല. ഫുഡ് ക്രേവിങ്സ് കുറയും, ഭക്ഷണത്തോടുള്ള ആക്രാന്തി കുറയും. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ഓവറോൾ ഗാർസീനിയ കംബൂജിയന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അഡിപ്പോസിറ്റി മൊത്തം കുറയ്ക്കാൻ സഹായിക്കും. അതായത് നമ്മളെ ശരീരത്തിന്റെ വെളുത്ത വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ്, നമ്മളെ ബോഡി ഫാറ്റിനെ മൊത്തം കുറയ്ക്കാൻ സഹായിക്കും നമ്മളെ ഓപ്പൻഷ്യ വൾഗാരിസും നമ്മളെ ഗാർസീനിയ കംബൂജി. മൂന്നാമത്തെ ഇതിന്റെ ഏറ്റവും വലിയ നല്ലൊരു കണ്ടന്റ് ആണ് കോളിയസ് ഫോസ്കോലൈ, പനിക്കുർക്കയാണ് സാധനം. ഈ പനിക്കുർക്കന്റെ ഏറ്റവും വലിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അമിതവണ്ണമുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ സാധ്യത കാർഡിയൽ എൻജൈന, സഡൻ കാർഡിയക് അറസ്റ്റ് വരാൻ സാധ്യത കൂടുതലാണ്. കാർഡിയക് പ്രോബ്ലം, കാർഡിയക് മയോപ്പത്തി, ഇറഗുലർ ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഇതിന് മൂന്നിനെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ കോളിയസ് ഫോസ്കോലൈ, നമ്മളെ പനിക്കുർക്ക എന്ന് പറഞ്ഞു. ഇതാണ് വെസ്ലിൻ ക്യാപ്സ്യൂളിന്റെ കണ്ടന്റ്സ്. ഞാൻ പറഞ്ഞു എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിനനുസരിച്ച് നമ്മൾ ഹെവി ഫുഡ് എപ്പോഴാണ് കഴിക്കുന്നത് അതിന്റെ ഒരു അരമണിക്കൂർ മുന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. പൊതുവേ നമ്മൾ കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ എംപ്റ്റി സ്റ്റമക്ക് 2 കഴിക്കാനാണ് പറയുന്നത്. ഓക്കെ. അടുത്ത പ്രൊഡക്റ്റ് വെസ്ലിം ഷെയ്ക്ക് ആണ്. ഇത് 4 ഫ്ലേവറിൽ അടങ്ങിയിട്ടുണ്ട്. വെസ്ലിം ഷെയ്ക്ക് മാംഗോ, വാനില, റോസ് കീർ ആൻഡ് കുൽഫി. അങ്ങനെയാണ് തോന്നുന്നത്. മാംഗോ എന്ന് തോന്നുന്നത് ഫസ്റ്റ് ഫ്ലേവർ. മാംഗോ, വെനില, റോസ് കീർ ആൻഡ് കുൽഫി. അതാണ് തോന്നുന്നുണ്ട് 4 ഫ്ലേവർ. ഓക്കെ. ഇനി 2 ഫ്ലേവറും കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഐ തിങ്ക് സോ. ഓക്കെ. ഇതിൽ വെസ്ലിം ഷെയ്ക്കിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ഇതിൽ പ്രോട്ടീൻ ഡ്രിങ്ക് ആണ്. പ്രോട്ടീൻ, ഫൈബർ, വൈറ്റമിൻ, മിനറൽ, ഒമേഗ 3 ഡ്രിങ്ക് ആണ് ഈ സാധനം. അപ്പൊ ഇതിൽ എത്ര ശതമാനം പ്രോട്ടീൻ എന്ന് വെച്ചാൽ അതിലൊരു സ്കൂപ്പ് ഉണ്ട്. സ്കൂപ്പിൽ 25 ഗ്രാം ആണ്. 25 ഗ്രാം കഴിച്ചാൽ നമുക്ക് 9 ഗ്രാം പ്രോട്ടീൻ കിട്ടും. നമുക്കറിയാം ഈ അമിത വണ്ണമുള്ള ആൾക്കാർ അവർ ഏറ്റവും വലിയ പ്രശ്നം അവർ കൂടുതൽ ഫാസ്റ്റിങ്ങിലേക്ക് കൂടുതൽ പോകും. പട്ടിണി കിടക്കും. വളരെ കുറച്ച് ഭക്ഷണം കഴിക്കത്തുള്ളൂ. പട്ടിണി കിടക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾ ഒഴിവാക്കിയാൽ ഏറ്റവും നല്ലത്. പക്ഷെ അതിന് റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ലിറ്റിൽ ബിറ്റ് ഓഫ് ഫാറ്റും കഴിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും ഒരു കോംപ്രമൈസും കാണില്ല. കാരണം വൈറ്റമിൻസും മിനറൽസും കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ CMD നിർബന്ധമായിട്ടും ഒരു ഒബേസിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തി നിർബന്ധമായിട്ടും CMD കഴിക്കണം. കാരണം ന്യൂട്രീഷൻ ഷോർട്ടേജ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വ്യക്തികളാണ് ഒബേസിറ്റി ഉള്ള ആൾക്കാർ, അമിതവണ്ണമുള്ള ആൾക്കാർ. അപ്പം CMDയിൽ നമ്മളെ മിനറൽസ് ഉണ്ട്. 84 മിനറൽസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിന്റെ ഒരു 80% ന്യൂട്രീഷനെ മീറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡ്രിങ്ക് ആണ് CMD. ഒരിക്കലും CMDനെ വിട്ട് കളയരുത്. ഏതിനും എന്തിനും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള സപ്ലിമെന്റ് ആണ് CMD. ഓക്കെ. ബാക്ക് ടു വെസ്ലിം ഷെയ്ക്ക്. വെസ്ലിം ഷെയ്ക്കിൽ ഏകദേശം 9 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. പെർ സ്കൂപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.35 ഗ്രാംസ് ഓഫ് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. തവിട്, നാര് അടങ്ങിയിട്ടുണ്ട്. നാരിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ? ഇറ്റ് റെഡ്യൂസസ് കാർബോഹൈഡ്രേറ്റ്. അതായത് കാർബോഹൈഡ്രേറ്റ് കഴിക്കാനുള്ള ടെൻഡൻസിനെ കുറയ്ക്കും. ഏത്? നാര്. കാരണം നാര് ഇസ് എ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. നല്ല കാർബോഹൈഡ്രേറ്റ് ആണ് നാര്, തവിട് എന്ന് പറയുന്നത്. അതും അടുത്തത് ഇതിൽ പറയുന്നത് ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കും തവിട്. ഗട്ടിന്റെ, ആമാശയത്തിന്റെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. ഗട്ട് എപ്പോഴും ക്ലീൻ ആയിരിക്കും. യുവർ ഗട്ട് വിൽ ബി ഓൾവേസ് ക്ലീൻ. തേർഡ് ഗ്ലൂക്കോസ് ഇൻടോളറൻസ് കുറയ്ക്കും. ഗ്ലൂക്കോസിനോടുള്ള എന്താ പറയാ സെൽസിന് ഗ്ലൂക്കോസിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കും. സംഭവിക്കുക എന്താ വെച്ചാൽ ഗ്ലൂക്കോസിനോട് താല്പര്യം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഗ്ലൂക്കോസ് കോശത്തിനകത്തേക്ക് പ്രവേശിക്കും. അങ്ങനെ നമുക്ക് രക്തത്തിൽ അമിതമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഗ്ലൂക്കോസിനെ കുറയ്ക്കാനും സഹായിക്കും. ഫൈബർ ഒരു പരിധി വരെ ടൈപ്പ് 2 ഡയബറ്റീസ് വരെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. അപ്പം ഒബേസിറ്റി ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ അമിതവണ്ണമുള്ള ആൾക്കാർക്ക് ഡയബറ്റിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ വേറെ റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. വെസ്ലിം ഷെയ്ക്ക് വിൽ ബി ഇനഫ്. ഓക്കെ. അടുത്തത് കൊളസ്ട്രോളിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. കാരണം ഇതിൽ ഫൈബർ ഈസ് വെരി ഗുഡ് ഫോർ കൊളസ്ട്രോൾ. നമ്മളെ ഗട്ടിൽ അമിതമായിട്ട്, നമ്മളെ ഇൻറ്റസ്റ്റൈനിൽ അമിതമായിട്ട് കിടക്കുന്ന കൊളസ്ട്രോളിനൊക്കെ ഈ സാധനം ക്യാരി ചെയ്യും. ഈ ഫൈബർ എന്ന് പറയുന്നത് സാധനം ഒരിക്കലും ശരീരം അബ്സോർബ് ചെയ്യില്ല. ഇറ്റ് ഈസ് നൈദർ ഡൈജസ്റ്റഡ് നോർ അബ്സോർബ്ഡ് എന്നാണ് ഫൈബറിനെ കുറിച്ച് പറയുന്നത്. നൈദർ ഡൈജസ്റ്റ്, ഒരിക്കലും ദഹിക്കൂല, അബ്സോർബ് ചെയ്യൂല. എന്താ സംഭവിക്കുന്നത്? ഈ പോകുന്ന പോക്കിൽ നമ്മൾ ഇൻറ്റസ്റ്റൈനിലുള്ള കംപ്ലീറ്റ് വേസ്റ്റേജിന് ഈ സാധനം കളക്ട് ചെയ്ത് പോകും. മെറ്റബോളിക് വേസ്റ്റ് ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, എന്തെല്ലാം സംഗതികളെല്ലാം ഉണ്ടാവും. അതേസമയം നമ്മൾ ബോഡി ഫാറ്റിനെ കുറയ്ക്കാനും നമ്മളെ ഫൈബർ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. പിന്നെ ഇതിൽ 20 വൈറ്റമിൻസും 12 വൈറ്റമിൻസും 8 മിനറൽസും അടങ്ങിയിട്ടുണ്ട് നമ്മുടെ വെസ്ലിം ഷെയ്ക്കിൽ. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഒരു കോംബയോട്ടിക് എഫക്റ്റ് നമുക്ക് ഇതിലൂടെ കിട്ടാനും സഹായിക്കുന്നുണ്ട്. കാരണം വൈറ്റമിൻ, മിനറൽ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ഡ്രിങ്ക് ആണ് ഈ സാധനം. ഇതിൽ അടങ്ങാത്ത സാധനം സോൾട്ട് ഇല്ല, ഷുഗർ ഇല്ല, എന്താ പറയാ കൊളസ്ട്രോൾ ഇല്ല, അതുപോലെ തന്നെ ഫ്ലേവർ ഉണ്ട്, നാച്ചുറൽ ഫ്ലേവർ ആണ്. സോൾട്ടും ഷുഗറും കൊളസ്ട്രോളും കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഇത് 5ഉം ഇതിൽ അടങ്ങിയിട്ടില്ല. ബാക്കി എല്ലാ ന്യൂട്രീഷൻ, ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രീഷൻ അടങ്ങിയിട്ടുണ്ട്. കാരണം ശരീരത്തിന് വേണ്ടാത്തത്, ഒബേസിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ശരീരത്തിന് വേണ്ടാത്തതൊന്നും ഇതിലില്ല, പക്ഷെ വേണ്ടതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ഡ്രിങ്ക് ആണ് ഷേക്ക്. കമ്പനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പോർഷനും കൂടിയാണ്, ഒരു വിഭാഗം കൂടിയാണ് നമ്മളെ വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് അടുത്ത പ്രൊഡക്റ്റ്, ലാസ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ വെസ്ലിം ടീ ആണ്. വെസ്ലിം ടീന്റെ പ്രത്യേകത അതിൽ ഗ്രീൻ ടീ ആൻഡ് ഗ്രീൻ കോഫി ഉണ്ട്. ലോകത്തില് വെള്ളം കഴിഞ്ഞാൽ
ഡ്രിങ്കിങ് വാട്ടർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കഴിക്കുന്ന ഒരു സാധനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചായയല്ല, കാപ്പിയല്ല, ജ്യൂസ് അല്ല, ഒന്നുമല്ല, പാലും കൂടിയല്ല. ഇറ്റ് ഇസ് ഗ്രീൻ ടീ. Chinese and Japanese, they used to consume a lot of green tea. And you cannot find any Japanese overweight. Why? Because they are using a lot of green tea. And Chinese also very rare ആണ് ഒബേസിറ്റി കാണാൻ പറ്റുന്നത്. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രീൻ ടീ കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യം ചൈന ആൻഡ് ജപ്പാനാണ്. അവരിൽ ഒബേസിറ്റി വളരെ കുറവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. പറയും ഹെറിഡിറ്ററി ആണെന്ന് പറയും. ഹെറിഡിറ്ററി ആണ് ഒരു പരിധി വരെ, ബട്ട് സ്റ്റിൽ ദ യൂസ് ടു കൺസ്യൂം എ ലോട്ട് ഓഫ് ഗ്രീൻ ടീ. ഇതിൽ ഗ്രീൻ ടീ ആൻഡ് ഗ്രീൻ കോഫി അടങ്ങിയിട്ടുണ്ട്. ഗ്രീൻ ടീ ആൻഡ് ഗ്രീൻ കോഫിനെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഫാറ്റ് ബേണർ ആണ്, മെറ്റബോളിക് റേറ്റിനെ കൂട്ടുന്നുണ്ടാവും, അപ്പറ്റൈറ്റിനെ സപ്രസ് ചെയ്യും, വിശപ്പിനെ അടിച്ചമർത്തും. അതേപോലെ തന്നെ പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് കേട്ടോ. ഗ്രീൻ ടീ വെരി പവർഫുൾ ആന്റി ഓക്സിഡന്റ്. നിങ്ങൾ വെസ്ലിം ടീ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാൻസറിനെ റിവേഴ്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. EGCG എന്ന് പറയും, എപ്പിഗാലോ കാറ്റച്ചിൻ ഗാലേറ്റ് എന്ന് പറയും. പ്രോ ആന്തനോസൈനോഡിൻസ് എന്നൊക്കെ പറയും. പ്രോ ആന്തനോസൈനോഡിൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ആണ്. ഒരു പക്ഷേ അസ്താക്സാന്തിന് കുർക്കുമിനൊക്കെ കഴിഞ്ഞാൽ ക്യാൻസറിന് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സാധനം. ഇത് ഗ്രീൻ ടീ വളരെ എപ്പിഗാലോ ഗെറ്റസിൻ കാലേറ്റ് EGCG വെരി വെരി പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. ഓക്കെ, അപ്പം ഗ്രീൻ ടീ ഇസ് എ വെരി പവർഫുൾ ആന്റി ഓക്സിഡന്റ്. ഇസ് വെരി ഗുഡ് ഫോർ ഹാർട്ട്, ഇസ് വെരി ഗുഡ് ഫോർ ക്യാൻസർ, ഇറ്റ് ഇസ് വെരി ഗുഡ് ഫോർ ജോയിന്റ്സ്, ഇറ്റ് വെരി ഗുഡ് ഫോർ മസിൽസ്, ഇറ്റ് വെരി ഗുഡ് ഫോർ ഫാറ്റ് റിലീവിങ്. ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഫാറ്റ് ബേണർ ആണ്, സ്ട്രെസ് റിലീവർ ആണ്. അതേപോലെ തന്നെ നമ്മളെ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ഫ്രീ റാഡിക്കൽ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നുണ്ടാവും. ആന്റി ഏജിങ് ആണ്, പ്രായം കൂടുന്നത് വരെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മളെ ഗ്രീൻ ടീ. സോ വെരി ഫാന്റാസ്റ്റിക് പ്രൊഡക്റ്റ് നമ്മളെ വെസ്ലിം ടീ. ഐ വുഡ് സജസ്റ്റ് എവ്രി വൺ. ഞാൻ പറഞ്ഞു നേരത്തെ സ്ക്രീനിൽ ഇരിക്കുന്ന ഏകദേശം 331 320 പേരും നിങ്ങളെ മസിൽ നിങ്ങളെ ബോഡി ഫാറ്റ് കൂടുതലായിരിക്കും. ബോഡി ഫാറ്റ് ഞാൻ കഴിക്കുന്നുണ്ടപ്പോൾ വെസ്ലിം ടീ. അപ്പോൾ നിങ്ങളെ കാര്യം പറയേണ്ട കാര്യമില്ല. നിർബന്ധമായിട്ട് നിങ്ങൾ വെസ്ലിം ടീ ഉപയോഗിക്കണം. കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ചായയും കാപ്പിക്കും പകരം ഈ സാധനം ഉപയോഗിക്കാം. വീട്ടിലാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ക്യാരി ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. പക്ഷെ വീട്ടിലാവുന്ന സമയത്ത് ചായയും കാപ്പിക്ക് പകരം ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്ക് എനർജി ഡ്രിങ്ക് മിക്സും ഉണ്ട്. കശ്മീരി കാവ എന്ന് പറഞ്ഞ എനർജി ഡ്രിങ്ക് മിക്സും ഉണ്ട്. അത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിത് മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കാറ്. വർക്കൗട്ടിന് പോകുന്നതിന് മുന്നേ ഒരു സ്പൂണ് കശ്മീരി കാവയും ഒരു സ്പൂണ് വെസ്ലിം ടീയും ഉപയോഗിച്ചിട്ടാണ് രാവിലെയാണോ വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരം എപ്പോഴാണ് പോകുന്നത് വെച്ചാൽ ആ സമയത്ത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തന്നെ പോവാറ്. പിന്നെ CMDയുടെ ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ എപ്പോഴും കയ്യിൽ കൊണ്ടുപോകണം. നമ്മൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും എപ്പോൾ നമ്മൾ ഉണ്ടാവുന്ന സമയത്തും കയ്യിൽ CMD 7-8 ഡ്രോപ്പ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രീ വർക്കൗട്ട് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് L-arginine ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. ആഴ്ചയിൽ 3 ദിവസം L-arginine ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ബിറ്റ്വീൻ സ്ട്രെസ് കുറയ്ക്കുന്നുണ്ടാവും L-arginine. അതേപോലെ തന്നെ അമിതവണ്ണമുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അമിതവണ്ണമുള്ള ആൾക്കാർക്ക്, ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഹാർട്ടിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയാനാണ് സാധ്യത. അപ്പം ഹാർട്ടിലേക്ക് ഓക്സിജൻ എത്താൻ സാധ്യത കുറയും. അവർക്കൊക്കെ നമ്മളെ L-arginine ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആവും. ഫ്ലാക്സീഡ് ഓയിലും ഒരു പരിധി വരെ എഫക്റ്റീവ് ആണ്. കാരണം സന്ധികൾക്കെല്ലാം ഒരു കുഷൻ കിട്ടുന്നുണ്ടാവും ഫ്ലാക്സീഡ് ഓയിൽ. പിന്നെ കോളജൻ ഈസ് ഓൾസോ വെരി ഗുഡ്. കോളജൻ ഈസ് ഓൾസോ എ പ്രോട്ടീൻ. ഒരു പ്രോട്ടീനാണ്, പ്രോട്ടീനാണ്. അതേപോലെ തന്നെ കോളജൻ നമ്മളെ ലിഗമെന്റ്സിന് ജോയിന്റ്സിനൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് കൂട്ടാൻ സാധിക്കും. ആൻഡ് കോളജന്റെ വേറൊരു സവിശേഷത ഞാൻ ഈയിടെ മനസ്സിലാക്കിയത്, നമ്മളെ മസിൽ മാസ് കൂട്ടാൻ കോളജൻ ഏറ്റവും ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളെ സപ്ലിമെന്റ്സിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാനുള്ളത്. ഓൾറെഡി ഇറ്റ്സ് 9:53. Any doubts you can ask. So the presentation as of now, just we have stopped the presentation. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടാവില്ല, വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? 1 hour and 14 minutes, 1 മണിക്കൂറും 14 മിനിറ്റും നമ്മൾ സെഷൻ എടുത്തു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. താങ്ക് യു രാഘവൻ സാർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനോട് പെട്ടെന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. പെട്ടെന്ന് ഓരോരാളും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ഇടാം. ഒന്നുമില്ല. ഓക്കെ, ഇറ്റ്സ് ഓൾറെഡി ടു ലേറ്റ്. ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹലോ, ഒരു ഡൗട്ട് ഉണ്ട് സാറേ. ഹലോ, പറയൂ.